ഗുഡ് ഈവനിങ്. മാറ്റിനി ഫ്രീ ബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം, കേരളം പൊതുവെ ഒരു സങ്കടാവസ്ഥയിലാണ്. 2-3 ദിവസങ്ങളായി. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ജലമാണ്. പക്ഷെ ഇന്നത്തെ ജലം നമ്മൾ അങ്ങനെയല്ല കാണുന്നത്. സ്വല്പം വ്യത്യസ്തമായിട്ട് അതിനെ കാണുകയാണ്. ശരിക്കും കാണേണ്ട രീതിയിൽ തന്നെ നമുക്ക് കാണാം. അപ്പൊ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് മനോജ് കുമാർ സാറാണ്. സാർ ഇപ്പോൾ മസ്കറ്റിലാണ്. മസ്കറ്റിലെ CIC കൺസൾട്ടിംഗ് കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അതിനേക്കാളൊക്കെ ഉപരി നല്ലൊരു മാതൃസ്നേഹി, അല്ലെ? മലയാളവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ തനതായ രീതിയിൽ മുന്നോട്ട് പോകുന്നു. ജലം ഭൂമിയുടെ ജീവരക്തം. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫ് ബ്ലഡ് തന്നെയാണത്. നമ്മളിൽ മുഴുവൻ, നമുക്ക് ചുറ്റുപാടും എവിടെ നോക്കിയാലും. അപ്പൊ ഈ ജലത്തെക്കുറിച്ചും അതിന്റെ മൂല്യത്തെക്കുറിച്ചും തീർച്ചയായിട്ടും ഇപ്പൊ സാറ് നിൽക്കുന്ന സ്ഥലത്താണ് ശരിക്കും ജലത്തിന്റെ മൂല്യം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകും. നമ്മളെ സംബന്ധിച്ചോളം ഒരു പരിധിവരെ കൂടുതലാണെന്ന് പറയാം, അല്ലെ? ആ മൂല്യത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള സാധ്യതകൾ കുറയുന്നു. പക്ഷെ അത് മറ്റു രീതിയിലൊക്കെ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നു. അതിന് വേണ്ട രീതികൾ മനസ്സിലാക്കാത്തതുകൊണ്ട്, ഉപയോഗിക്കാത്തതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടും. സോ ഇന്ന് നമ്മൾ ആ മൂല്യമായ ജീവരക്തത്തെ, ഭൂമിയുടെ ജീവരക്തത്തെ കുറിച്ച് മനോജ് സാറിൽ നിന്ന് കേൾക്കാം. സോ നിങ്ങൾ എല്ലാവരും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം മനോജ് കുമാർ സാറിനെയും. മനോജ് കുമാർ സാർ, യു ആർ വെൽക്കം. ഒരു ചെറിയ ഇൻട്രൊഡക്ഷനോട് കൂടി തുടങ്ങും. താങ്ക് യു വെരി മച്ച് സാബു സാർ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ജലത്തിനെ കുറിച്ച്, വാട്ടറിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ കിട്ടിയത് വളരെ ഭാഗ്യമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും സാബു സാറിനെ പോലൊക്കെ വളരെ കൃത്യമായിട്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെയുള്ള അവയർനെസ് കോഴ്സുകളാണ് സാറിന് ചെയ്യാറുള്ളത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഞങ്ങളുടെ ഒരു സംസാരത്തിൽ സാർ ഇതേക്കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ സാറിൻ്റെ ഉള്ള ഡിസ്കഷനിലാണ് ഇങ്ങനെ ഒരു തീം പ്രസന്റ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ പേര് മനോജ് കുമാർ എന്നാണ്. സാബു സാർ കൃത്യമായിട്ട് പറഞ്ഞ പോലെ ഞാൻ ഇപ്പോൾ ഉള്ളത് മസ്കറ്റിലാണ്. മസ്കറ്റിലെ CIC കൺസൾട്ടിങ് എന്നൊരു കമ്പനിയിലെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറാണ്. ഞങ്ങളുടെ കമ്പനിയുടെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെ: വാട്ടർ ട്രീറ്റ്മെൻറ്റ്, എൻവയറമെൻറ്റ് അവയർനെസ്, എൻവയറമെൻറ്റ് റിലേറ്റഡ് കൺസൾട്ടൻസി ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ മസ്കറ്റ് വന്നിട്ട് ഇപ്പം ജാനുവരി ആയിട്ടില്ലാണ് ഞാനിവിടെ ജോയിൻ ചെയ്തത്. അതിന് മുന്നേ ഞാൻ ഖത്തറിലായിരുന്നു ഒരു 2 വർഷം. അവിടെ ഫിഫയുടെ പ്രോജക്റ്റുമായിട്ടൊക്കെ റിലേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ അവിടുത്തെ വാട്ടർ മാനേജ്മെൻറ്റ് ഹെഡ് ആയിട്ടായിരുന്നു എൻ്റെ ആ പൊസിഷന്. അപ്പോൾ അന്ന് ഖത്തറിൽ ഫുട്ബോൾ നടന്നപ്പോൾ ഫിഫ ടീമിൻ്റെ കൂടെ ഒക്കെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അതിനു മുൻപ് എൻ്റെ കരിയർ ഒരു 10-35 വർഷമായിട്ട് ഈ മരുഭൂമിയിൽ തന്നെയാണ്. സാബു സാറ് പറഞ്ഞ മാതിരി മിഡിൽ ഈസ്റ്റിലാണ് ഞാൻ മിക്കവാറുള്ള എല്ലാ മിഡിൽ ഈസ്റ്റിലെ കൺട്രികളിലും വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഗവൺമെൻറ് ഏജൻസിയിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ അൾജീരിയ, ആഫ്രിക്കൻ കൺട്രിയിലും വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഞാൻ അൾജീരിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് 2014. 2014 അത് വേൾഡിലെ ലാർജസ്റ്റ് സീ വാട്ടർ ഡീസാലിനേഷൻ പ്ലാന്റ് ആയിരുന്നു. അതിൻ്റെ പ്ലാന്റ് ജനറൽ മാനേജറായിരുന്നു. അപ്പോൾ അത് ആ പ്ലാന്റ് കമ്മീഷൻ ചെയ്തതും അത് ഓപ്പറേഷൻ ചെയ്യാനുള്ള ഒക്കെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് 500,000 ക്യൂബിക് മീറ്റർ പെർ ഡേ, 500 മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ കപ്പാസിറ്റി ഉണ്ടായിരുന്നു ആ പ്ലാന്റിന്. അൾജീരിയ എന്ന് പറഞ്ഞാൽ വളരെ വെള്ളത്തിനൊക്കെ ഷോർട്ടേജ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയാണ് അപ്പം എൻ്റെ ഒരു കരിയർ. അതിന് മുന്നേ ഈ പറഞ്ഞ പോലെ ദുബായ് പോർട്ടിൽ ഞാൻ അവിടുത്തെ എൻവയറമെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു 15 years വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ചുരുക്കം എൻ്റെ ലൈഫ് വെള്ളവുമായിട്ടാണ് എൻ്റെ കരിയർ. അതിലാണ് ഞാൻ തുടങ്ങിയത്, ഇപ്പോഴും അതിൽ തന്നെ നിൽക്കുന്നു. വാട്ടർ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് മൈ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ അത് കാരണം ആ ജോലി ഞാൻ പാഷനോടുകൂടിയാണ് ചെയ്യുന്നത് ഇത്രയും കാലവും. നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയത് കൊണ്ടും. അതിലുപരി സാബു സാറ് പറഞ്ഞ പോലെ ജലത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊന്നും ആരോടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇതിനെക്കുറിച്ച് സാധാരണ ജനങ്ങൾ അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലൊക്കെ ഈ കുടിവെള്ള പദ്ധതികളായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ വെള്ളം അല്ലെങ്കിൽ കുടിവെള്ളമൊക്കെ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ
നമ്മൾ വാട്ടർ ഷോർട്ടേജ് ഉണ്ട്. അത് വേൾഡിലെ തന്നെ ഒരു വലിയ ഒരു ക്രൈസിസിലൊന്നാണ്. വാട്ട് ഈസ് ഗോയിങ് ടു ബി എ ക്രിട്ടിക്കൽ കമ്മ്യൂണിറ്റി ഇൻ ദ കമ്മിങ് ഫ്യൂച്ചർ. ദർ വിൽ ബി എ വാർ. പറഞ്ഞു കേൾക്കുന്നുണ്ട് വെള്ളത്തിന് വേണ്ടി വാർ പോലും ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റേജ് ഓഫ് വാട്ടർ ഉണ്ട്. അവിടെ പൊല്യൂഷൻ ഏറ്റവും കൂടുതൽ ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞ ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്ന വെള്ളത്തിനെയാണ്. വായുമലിനീകരണം പോലെയും എയർ പൊല്യൂഷൻ പോലെയും മറ്റുള്ള എല്ലാ മലിനീകരണങ്ങളും പോലെയും വെള്ളമാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യേണ്ടത്. അത് വെള്ളമില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമെന്ന് തന്നെ സംശയമാണ്. നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ അപ്പോഴാണ് വെള്ളത്തിൻ്റെ വാല്യൂ അറിയുന്നത്, മൂല്യം അറിയുന്നത്. പണ്ടൊക്കെ ആയിരുന്നു കിണറിൽ നിന്ന് കോരുമായിരുന്നു. കിണറ്റിലെ വെള്ളം വറ്റുമ്പോൾ, വരൾച്ച വരുമ്പോഴൊക്കെയാണ് വെള്ളത്തിനെ കുറിച്ചുള്ള അതിയായ തോന്നൽ. അപ്പോൾ മാത്രമേ സാധാരണക്കാരല്ല, അത് വേറെ കുഴപ്പം കൊണ്ടൊന്നുമില്ല. നമ്മൾ ഗോഡ്സ് ഓൺ കൺട്രിയിൽ നമ്മൾ ജനിച്ചത് വലിയ ഭാഗ്യമാണ്. അവിടെ എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും വെള്ളമേ ഉള്ളൂ. പക്ഷെ ആ വെള്ളത്തിൻ്റെ ലഭ്യത, അതിൻ്റെ ശുദ്ധത, അതൊക്കെ ഇന്നിപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അവിടെയാണ് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഇതിൻ്റെ ഒരു ആവശ്യകത. ഇപ്പം ഞാൻ ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം പല സന്ദർഭങ്ങളിലും എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ വാട്ടർ ട്രീറ്റ്മെൻറ്റ്? വാട്ടർ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് രോഗങ്ങളെ ചികിത്സിക്കുകയാണോ അതോ വാട്ടർ നമ്മളെ ചികിത്സിക്കുകയാണോ എന്നൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അപ്പം അതാണ് ഈ വെള്ളം നമ്മൾക്ക് അബണ്ടൻസ് ആയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത് കാരണം ഇപ്പം നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പം നമുക്ക് വെള്ളം എത്തിക്കഴിഞ്ഞു, വീട്ടിൽ ടാപ്പിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് വെള്ളം ഉണ്ടായത്, ഇതൊക്കെയാണ് നമ്മളിന്ന് ഒരു ചെറിയ ഈ സമയം കൊണ്ട് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈഫ്. വാട്ടർ ഈസ് ലൈഫ്. ഇഫ് ദർ ഇസ് നോ വാട്ടർ, നോ ലൈഫ്. അതാണ് നമ്മളുടെ എല്ലാവരുടെയും അറിഞ്ഞിരിക്കേണ്ട, നമ്മൾക്ക് ഇനി വരുന്ന കാലഘട്ടങ്ങളിലൊക്കെയും അറിഞ്ഞിരിക്കേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെള്ളത്തിൻ്റെ അഭാവത്തിൽ മാത്രമേ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുള്ളൂ. ഇപ്പം എയറിൻ്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ എപ്പോഴും ബ്രീത്തിങ് ചെയ്യുന്നവർക്ക് എയർ അബണ്ടൻസ് ആണ്. അതുപോലെ തന്നെയാണ് വെള്ളം. പക്ഷേ വെള്ളമില്ലാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ഒരു പ്രൊജക്റ്റിൽ ഈ പറഞ്ഞ അൾജീരിയയിൽ തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ വെള്ളം പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇത് സീ വാട്ടർ ഡീസാലിനേഷൻ പ്രോസസ്സിലോട്ട് നമുക്ക് വരാം. അവിടെ അന്ന് ആ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ട് അത് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അത് കിലോമീറ്ററോളം പോകുന്ന 1-2 വില്ലേജസിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അന്ന് ആദ്യമായിട്ട് അവർക്ക് വെള്ളം കിട്ടി. അന്ന് വലിയ ഉത്സവമായിരുന്നു ആ സ്ഥലത്ത്. ഞങ്ങളെയൊക്കെ അവർ വലിയ രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്തു. ഞങ്ങളെ കാണുന്ന ദൈവത്തെ പോലെയായിരുന്നു അവർക്ക്. ഒരു ദിവസം പോലും വെള്ളം മുടങ്ങാതിരുന്നിട്ടില്ല. അവിടെ ഇപ്പോഴും ആ പ്ലാന്റിൽ നിന്നാണ് അൾജീരിയയുടെ ഒരു വലിയ കൺട്രിയാണ് അൾജീരിയ. അപ്പം ഞാൻ പറഞ്ഞത് വെള്ളത്തിൻ്റെ ഒരു പ്രാധാന്യമാണ്. നമ്മൾ അതിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. വീണ്ടും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്ന എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് എൻ്റെ വ്യക്തിപരമായ പേരിലും സാബു സാറിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൈൻഡ്ലി ഗിവ് മീ എ സെക്കൻഡ് ടു ഷെയർ എ പ്രസൻറ്റേഷൻ ഫോർ യു. സാബു സാർ അതിൻ്റെ അമ്മായി ഷെയർ ചെയ്ത് കാണുന്നില്ല സാറേ? സാബു സാർ? കാണുന്നു സാർ, കാണുന്നുണ്ട്. Okay. So welcome to this session called The Lifeblood of Water Planet. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഈ സബ്ജക്റ്റിൻ്റെ തീം. സാബു സാർ നേരത്തെ പറഞ്ഞത്. പക്ഷേ ഈ നമ്മുടെ ഇന്നത്തെ പ്രസൻറ്റേഷൻ തുടങ്ങുന്നതിന് മുമ്പ് സാബു സാർ ആദ്യം പറഞ്ഞ മാതിരി നമ്മുടെ കേരളത്തിൽ ഇന്നുണ്ടായിട്ടുള്ളൊരു വലിയ വിപത്തിനാണ്. അതുണ്ടായിരിക്കുന്നതും വെള്ളം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൻ്റെ ഓർമ്മയ്ക്കായി, അവിടെ പൊലിഞ്ഞുപോയ ജീവനുകൾക്കായി ഒരു 15 സെക്കൻഡ്
ഒരു മൗന പ്രാർത്ഥന ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു പ്രസൻസിൽ ഒരു 15 minutes ലെറ്റ്സ് പ്രേ ഫോർ ദീസ് പീപ്പിൾ ഹു ഹാവ് gone from this planet and suffered. So let's keep a silence for 15 seconds for these the beloved people in Kerala. All right. Okay. ഞാൻ ഇന്നത്തെ ഈ പ്രസന്റേഷന് തുടങ്ങുന്നത് പ്രസിദ്ധമായ 3 കോട്ടുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിപ്രകാരമാണ്. നമ്പർ 1, വാട്ടർ ഈസ് ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഓൾ നേച്ചർ. ഇത് പറഞ്ഞത് ലിയോണാർഡോ ഡാവിഞ്ചിയാണ്. പ്രകൃതിയുടെ ചാലകശക്തിയാണ് ജലം. രണ്ടാമത്തെ കോട്ട്, തൗസൻഡ്സ് ഹാവ് ലിവ്ഡ് വിത്തൗട്ട് ലവ്, നോട്ട് വൺ വിത്തൗട്ട് വാട്ടർ. സ്നേഹമില്ലാതെ ആയിരങ്ങളാണ് ജീവിച്ചത്, എന്നാൽ വെള്ളമില്ലാതെ ആരും ജീവിച്ചിട്ടില്ല. മൂന്നാമത്തേത്, ഇഫ് ദർ ഇസ് എ മാജിക് ഓൺ ദിസ് പ്ലാനറ്റ്, ഇറ്റ്സ് കണ്ടെയ്ൻഡ് ഇൻ വാട്ടർ. ഈ ഗ്രഹത്തിൽ മാന്ത്രികത എന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്നു. ഇതിൽ പറഞ്ഞത് ലോറൻ ഏസ്ലിയാണ്. അദ്ദേഹം ഒരു അമേരിക്കൻ ആന്ത്രോപോളജിസ്റ്റാണ്, പോയറ്റാണ്, റൈറ്ററാണ്. ഇത് വളരെ വ്യക്തമായിട്ട് നമുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ജലത്തിൻ്റെ ഒരു പ്രാധാന്യം, അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. So my first topic, the first chapter of this presentation is called the elixir of existence. Elixir എല്ലാവർക്കും അറിയാവുന്ന വേർഡായിരിക്കും. എന്താണ് മാജിക് അല്ലെങ്കിൽ മെഡിസിനൽ വാല്യൂ അല്ലെങ്കിൽ അങ്ങനെയുള്ള മാജിക് കാണിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ആക്ച്വലി ജലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻ സിമ്പിൾ ലാംഗ്വേജ്, ഇറ്റ് ഫ്ലോസ് ത്രൂ അവർ വെയിൻസ്. നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ കൂടെ കൊടുക്കുന്ന ബ്ലഡിലും ഉണ്ട് വെള്ളം. ഇറ്റ് നറിഷസ് ദ എർത്ത്. ഭൂമിയെയും നറിഷ് ചെയ്യുന്നു. ഇറ്റ് ഡാൻസസ് ഇൻ റിവേഴ്സ്, വിസ്പേഴ്സ് ഇൻ റെയിൻ ഡ്രോപ്സ്. മഴത്തുള്ളികളിലും ഉണ്ട് വെള്ളം. സപ്പോർട്ട്സ് ലൈഫ് വിത്തിൻ. നമ്മളുടെ എല്ലാവരുടെയും ഫിസിക്കലും മെൻ്റലി അടക്കം അല്ലെങ്കിൽ ഏതെല്ലാം തരത്തിൽ മനുഷ്യ ജീവിതത്തിനെ ഇത് സ്വാധീനിക്കാമോ അതിൽ കൂടെ എല്ലാം വെള്ളത്തിൻ്റെ പ്രസൻസ് ഉണ്ട് തീർച്ചയായിട്ടും. സോ ദാറ്റ്സ് വൈ ഐ പുട്ട് ദിസ് വേർഡ് എലിക്സിയർ. ഇറ്റ്സ് മാജിക്, ഇറ്റ്സ് മെഡിസിനൽ. വെള്ളത്തിന് മെഡിസിനൽ വാല്യൂ ഉണ്ടോയെന്ന് സംശയം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. ബട്ട് വാട്ടർ ഇസ് ഓൾസോ എ മെഡിസിൻ. ഇറ്റ് ഹാസ് പ്രൂവ്ഡ് ഇൻ മെനി ഒക്കേഷൻ വാട്ടർ ക്യാൻ ക്യൂർ മെനി diseases. So let us go back a little bit to find out the legacy, how the water was generated first in the earth. So water is covers 71% of the earth's surface. 71% വെള്ളമാണ്, ബാക്കി 30% ഉള്ളൂ നമ്മുടെ ഭൂമിയിൽ. So how the water was generated first, I have written here. എങ്കിലും ഇതൊരു കൊളീഷൻ, ഒരു ബൊംബാർഡ്മെന്റ് കൂടാണ് ആദ്യമായിട്ട് വെള്ളം ഭൂമിയിൽ ഉണ്ടായത്. വാട്ടർ റിച്ച് അസ്ട്രോയിഡ്സ്, that's the rock and metal materials, and the comets that contains ice, dust and rocky material bombarded the early earth, delivering water to the planet. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഭൂമിയിൽ വെള്ളം ഉണ്ടായതാണ് സയന്റിസ്റ്റുകളുടെയൊക്കെ പ്രകാരമുള്ള ഫൈൻഡിങ്സിൽ പറയുന്നത്. So these celestial bodies, the asteroids and comets are actually the part of the universe. Celestial bodies originating from the outer region of the solar system contained ice that melted upon impact. So ഈ ബോഡീസിൽ ഉണ്ടായിരുന്ന ഐസിന്റെ പാർട്ട് ഈ ഇമ്പാക്ട് ഉണ്ടായപ്പോൾ മെൽറ്റ് ചെയ്തപ്പോഴാണ് it has contributed water to the earth. This is one of the scientific proof in front of us. Second one is very common to everyone. Hydrogen and oxygen makes water in the earth. Okay, water formed from hydrogen and oxygen trapped in the earth's layer. It was already there again. Okay, so with these elements combined under high temperature and pressure, the water was created.
സോ എല്ലാവർക്കും ഒരു H2O2 കെമിസ്ട്രി നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുമ്പോൾ തുടങ്ങുന്ന കെമിസ്ട്രിയിലെ ഒരു ആദ്യത്തെ വേർഡാണ് H2O2. അപ്പോൾ ഇങ്ങനെയാണ് ഒന്ന് രണ്ട് തിയറിയിൽ കൂടി നമുക്ക് വെള്ളത്തിന്റെ അബണ്ടൻസ് ഉണ്ടായതെന്നൊക്കെ പറയുന്നത്. അത് കൂടാതെ സണ്ണിന്റെ പവറിൽ കൂടെയും വാട്ടർ സൈക്കിളിൽ കൂടെയൊക്കെയും നമുക്ക് വെള്ളം കിട്ടുന്നുണ്ട്. സോ ദാറ്റ് ഇസ് മൈ തേർഡ് പോയിന്റ്. ഐ ഹാവ് പുട്ട് ഇറ്റ് ഹിയർ. ദ സൺസ് വാംത്ത് powered the water cycle, the eternal cycle of evaporation and the condensation and the precipitation. And finally, the gravity is putting the water again back to the earth. So this is the history of water, how the water was generated first time. Now, these are some of the general facts. I don't know if common people are aware about this. If you can read the sentence, I will quickly run through these points for you. Approximately 78.7% of Earth's fresh water is trapped in glaciers, which is in ice form. Okay, about 30% of fresh water resides in underground. നമുക്കൊക്കെ അറിയാം ഈ അണ്ടർഗ്രൗണ്ടിലാണ് 30% ബാക്കിയുള്ള വെള്ളം ഉള്ളത്. About 1.7% of world's water is frozen. എല്ലാം ഐസിന്റെ രൂപത്തിലാണ്. 1.7% of water. So most of these are in the polar regions. So this point is very, very valid for people, the common people like us. On an average, a person uses 80 to 100 gallons or 300 to 380 liters of water per day. അതെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഒരു ദിവസത്തെ ആവശ്യത്തിനായിട്ട് 300 മുതൽ 380 ലിറ്റർ വെള്ളം വേണമെന്നാണ് ഇതിനൊരു പെർ ക്യാപിറ്റ കാൽക്കുലേഷൻ എന്നാണ് പറയുന്നത്. ദിസ് ഈസ് ഫോർ എ ആവറേജ് മാൻ. ദിസ് ഫിഗർ 30 to 380 is differ from country to country. Some countries this is not the figure, which is less. But in India, as per a recent study, we are wasting a lot of water. When we are, brushing, the water tap is on. So when you are showering, people are taking too much water. So പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ വെള്ളത്തിന് യാതൊരു അതിൻ്റെതായിട്ടൊരു മൂല്യമില്ലാത്തതുകൊണ്ട് നമ്മൾ എത്രമാത്രം വെള്ളമാണ് ചെലവഴിക്കുന്നതെന്ന് പോലും we don't know actually. ഒന്ന് കൈ കഴുകണമെങ്കിൽ തന്നെ നമുക്ക് 5 മിനിറ്റെങ്കിലും ടാപ്പ് ഓണാക്കി ഇടണം. ഷേവ് ചെയ്യുമ്പോൾ നമ്മൾ ടാപ്പ് ഓണാക്കി ഇടും. ഇതെല്ലാം നമ്മുടെ ഹാബിറ്റ്സ് ആണ്. നോട്ട് ഓൺലി ഇൻ കേരള, ഇറ്റ്സ് എ കോമൺ ഹാബിറ്റ്സ് ഓഫ് പീപ്പിൾ. വേസ്റ്റേജ് ഓഫ് വാട്ടർ. ഇപ്പം ഇത്രയും കഷ്ടപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇത്രയും അബണ്ടൻസ് ആയിട്ടൊരു വെള്ളത്തിനെ നമ്മൾ അങ്ങനെയാണ് ഈ വേസ്റ്റേജ് ഓഫ് വാട്ടർ വരുന്നത് ആക്ച്വലി. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഷേവ് ചെയ്യുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ റിയലി ക്ലോസ് ദ ടാപ്പ്. അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുന്ന സമയത്ത് ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ക്ലോസ് ദ ടാപ്പ്. സോ ദീസ് ആർ ഓൾ വേസ്റ്റേജ് ഓഫ് വാട്ടർ. അത് ചിലപ്പോൾ പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമായിട്ട് തോന്നുമെങ്കിലും അങ്ങനെ ഒരു 1000 പേര് ഒരേ സമയത്ത് ഇതേ ടാപ്പ് തുറന്നുമ്പോൾ എത്രായിരം ലിറ്റർ വെള്ളമാണ് നമുക്കൊക്കെ നഷ്ടപ്പെടുന്നത്. ഇതാണ് നമ്മുടെ പോയിന്റ് ആക്ച്വലി, സാബു സാർ. ഓക്കെ, now 780 million people lacks access to an improved water source. 780 മില്യൺ പേർക്ക് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഇല്ല ഇൻ ദ ഹോൾ വേൾഡ്. ഞാനിതെന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ആഫ്രിക്കൻ കൺട്രിയിൽ പീപ്പിൾ ആർ വാക്കിംഗ് കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ടു ഫെച്ച് ദ വാട്ടർ. സോ വെൻ കമ്മിങ് ബാക്ക് ഇറ്റ് ഈസ് ഓൺ ദ ടോപ്പ് ഓഫ് ദെയർ ഹെഡ്. സോ ദേ നോ ദ വാല്യൂ. അപ്പോൾ ഇതാണ് 780 മില്യൺ ആൾക്കാർക്കുള്ള അവസ്ഥ നമ്മുടെ വേൾഡിൽ. Now the other one is very important. 80% of all illness in the developing world is water related. നമ്മൾ ഇന്നൊക്കെ നമ്മുടെ നാട്ടിലടക്കം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളുടെയും ഒരു ബേസ് വാട്ടർ ബോൺ ഡിസീസ് ആണ്. കുടിക്കുന്ന വെള്ളം, കൈ കഴുകുന്ന വെള്ളം, നമ്മൾ നടക്കുന്ന വെള്ളം. അപ്പോൾ വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ അതിനകത്തൂടല്ലേ ഈ ബാക്ടീരിയോളജിക്കൽ അല്ലെങ്കിൽ മൈക്രോബയോളജിക്കൽ നമ്മളൊക്കെ പറയുന്ന കോളിഫോം, ടോട്ടൽ കോളിഫോം, ഈക്കോളൈ, ഇതെല്ലാമാണ് നമ്മളിൽ ഈ അസുഖത്തിൻ്റെ 80% ഓഫ് ഇൽനസ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അപ് ടു 50% ഓഫ് വാട്ടർ ഇസ് ലോസ് ത്രൂ ദ ലീക്സ്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ, ചെറിയ ഡ്രോപ്പ് ഉള്ള പൈപ്പ് ഉണ്ടെങ്കിൽ തന്നെ വി ആർ വേസ്റ്റിംഗ് വാട്ടർ.
അത് ലീക്കാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതെല്ലാം നമ്മൾ വാട്ടർ വേസ്റ്റേജിന്റെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. So the next one is the total quantity of water available in the whole earth. There are 326 million trillion gallons of water on the earth. Just imagine this quantity. So that is 70% of the earth's volume is occupied water. So, and the last one in this page is, water is a universal solvent. It can solve anything, most of the things. So water can dissolve more substance than any liquid, including sulfuric acid. Sulfuric acid ne dissolve ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും വാട്ടറിന് ചെയ്യാൻ പറ്റും. So this is the general facts about water. So please, ഇന്നു മുതൽ നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ 300 to 380 liters ആണ് നമ്മൾ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞു അത് 500 മേലെ വരെ പോകാറുണ്ട്. റീസെന്റ് സ്റ്റഡീസ്, ബിക്കോസ് ഇൻ ആർ പ്ലേസ് ദർ ഇസ് നോ സച്ച് മെഷർമെന്റ്സ്, ബട്ട് ദർ ആർ കൺട്രീസ് ദേ മെഷർ ഇൻ ഈച്ച് ഹൗസ്. ഓക്കെ, സോ ഇന്നു മുതൽ വെള്ളത്തിന്റെ ഈ പറഞ്ഞ 300 ലിറ്ററിൽ നിന്ന് എത്രമാത്രം നമുക്ക് താക്കാൻ പറ്റുമോ, വി ആർ ഗോയിങ് ടു സേവ് ദാറ്റ് മച്ച് വാട്ടർ. ഈ കാണുന്ന ഫിഗർ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഈ കാണുന്ന എക്സ്ട്രീം ലെഫ്റ്റിലാണ് എയർസ് ടോട്ടൽ വാട്ടർ. അതിൽ 97% സോൾട്ട് വാട്ടർ ആണ്. നമ്മൾ കാണുന്ന ഭൂമിയിലെ 97% സോൾട്ട് വാട്ടർ. അപ്പൊ ഇവിടുന്നാണ് നമ്മൾ ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നത്. ഫ്രഷ് വാട്ടറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കുളത്തിൽ കാണാം only 30% is groundwater, as I said earlier, which is under the ground. നമുക്ക് പിന്നെ അറിയാം ഐസ് ക്യാപ്സ് ഉണ്ട്, ഗ്ലേഷ്യേഴ്സ് ഉണ്ട്. ഇതെല്ലാം ഇറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ഇൻ ദ നോർത്ത് പോൾ ഇറ്റ് ഈസ് 68.7%. Now coming to the surface water, this is the surface water. നമ്മളുടെ നദികള്, പുഴകള്, കുളങ്ങളൊക്കെയാണ് സർഫസ് വാട്ടർ ആയിട്ട് കാണുന്നത്. അതിന്റെ പെർസെൻറ്റേജും കാണാം. അതിൽ തന്നെ 87% ലേക്സ് ആണ്. അഗെയിൻ ഇറ്റ് ഈസ് സോൾട്ട് വാട്ടർ. അപ്പൊ എവിടെയാണ് നമ്മൾക്കുള്ള ഈ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത്? എവിടെയാണ്? മിക്കവാറും ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് വാട്ടറിലാണ്. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമുള്ളത്. അവിടെ അത്ര ഉപ്പരസം കാണില്ല. എന്നാൽ ചില കൺട്രി, ഞാനിരിക്കുന്ന കൺട്രിയിൽ ഇവിടെ 2 മീറ്റർ കുഴിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതും സോൾട്ട് വാട്ടർ, ബിക്കോസ് the groundwater level is high. This is a coastal area, the sea is nearby. So ഇതാണ് ഒരു അവസ്ഥ, നമ്മുടെ വെള്ളത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. ഈ സ്വാംസ് എന്ന് പറഞ്ഞാൽ അതെല്ലാം വെറ്റ് ലാൻഡ്സ് ആണ്. ഇവിടെ 11% സ്വാംസ് ഉണ്ട്. സോ ദിസ് കോൾഡ് ദ വെറ്റ് ലാൻഡ്സ്. നമുക്കറിയാം നമ്മുടെ നാടുകളിലൊക്കെയും വെറ്റ് ലാൻഡ്സ് ഉണ്ട്. ഇനിയും കുറച്ച് കാര്യം കൂടെ എനിക്ക് ഷെയർ ചെയ്യണം. കാര്യം ഇത് അധികം അങ്ങനെ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇലാബറേറ്റ് ആണ്. സോ യൂഷ്വലി വി ഡു ദിസ് കൈൻഡ് ഓഫ് പ്രസന്റേഷൻ വെരി പ്രിസൈസ്. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഇത് എനിക്ക് ചെയ്യണമെന്ന് തോന്നി ആസ് എ കമ്മിറ്റ്മെന്റ് and as an awareness, I have to share this. Sorry for the time I'm taking for this. Recently, NASA has discovered water in the form of ice in the moon. നമ്മളൊക്കെ അറിഞ്ഞ കാര്യമാണ്. NASA has proved it. In some countries, less than half the population has access to clean water. Clean water means drinking water. ബാക്കിയെല്ലാം ഉപ്പുവെള്ളമാണ്. In just only one day, see, this is the very interesting point. This is talking about our women. In just one day, 200 million work hours or man hours are consumed by women collecting water for their families. നമ്മളൊക്കെയും കാണാറുള്ള കാഴ്ചയാണ്. സ്ത്രീകൾക്കാണ് വെള്ളം കൊണ്ടുവരുന്നുള്ള എങ്ങനെയുള്ളൊരു മിത്താണോ അതൊരു മിസ്കൺസെപ്റ്റ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ നാട്ടിലൊക്കെ കാണാം ഈ പാവങ്ങൾ കുടമൊക്കെ തലയിൽ വെച്ച്, അല്ലെങ്കിൽ ടാങ്കർ വരുമ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ടാങ്കറിൽ കൂടെയാണ് ഇവരുടെയാണ് പോയി ക്യൂ നിൽക്കുന്നതും വെള്ളത്തിന് വേണ്ടി അടിപിടി കൂടുന്നതൊക്കെ റീസെന്റ് നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇവരാണ് ഇത് അനുഭവിക്കുന്നത് ഏറ്റവും കൂടുതൽ. നെക്സ്റ്റ് 1/3 what the world spends on, this is also very important. ബോട്ടിൽഡ് വാട്ടർ. നമ്മളുടെ എല്ലാം സംസ്കാരം അങ്ങനെ ആയിപ്പോയി. ബോട്ടിൽഡ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാലേ നല്ല ശുദ്ധവെള്ളം കുടിക്കുന്നു എന്നുള്ള തോന്നലാണ്. അതൊരു തോന്നൽ മാത്രമാണ്. ബട്ട് ലുക്ക് അറ്റ് ദ പ്രൈസ് വി ആർ സ്പെൻഡിങ് ഓൺ ദാറ്റ്. 1/3 what the world spends on bottled water
in 1 year could pay projects providing water to everyone need. ഞങ്ങളൊക്കെ കുടിവെള്ള പദ്ധതികൾ അല്ലെങ്കിൽ വാട്ടർ ട്രീറ്റ്മെന്റ് പ്രൊജക്ട്സിന്റെ പ്രൊജക്ട്സിൽ വർക്ക് ചെയ്യുന്നതാണ്. സോ വി നോ വാട്ട് ഈസ് ദ കോസ്റ്റ്. അപ്പം ഈ വേൾഡിൽ ഈ ബോട്ടിൽ വാട്ടർ ഉണ്ടാക്കുന്ന ആ കോസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മിക്കവാറുള്ളിടത്തൊക്കെ സ്ഥിരമായിട്ട് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാം. അതുപോലെ ഈ ബോട്ടിൽ വാട്ടർ ദറ്റ്സ് അഗെയിൻ ക്രിയേറ്റിംഗ് ലോട്ട് ഓഫ് സോളിഡ് വേസ്റ്റ്. ഇപ്പൊ പെറ്റ് എന്ന് പറഞ്ഞ ബോട്ടിലൊക്കെ ഉണ്ട്. അഗെയിൻ യു ഹാവ് ടു റീസൈക്കിൾ ഇറ്റ്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോലും എല്ലാവരുടെ കയ്യിലും ബോട്ടിലിൽ വാട്ടറാണ് നമ്മൾ കുടിക്കുന്നത്. ട്രെയിനിൽ പോയാൽ, ബസ്സിൽ പോയാൽ, വീടുകളിൽ പോലും ഇപ്പം 5 gallons ഒക്കെ വെള്ളം ആണ് കുടിക്കുന്നത് നമ്മൾ. പണ്ട് നമ്മുടെ കിണറ്റിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ പുഴയിൽ നിന്ന് പോലും വെള്ളം എടുത്തുകൊണ്ട് കുടിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു കേരളത്തിൽ. പക്ഷേ നമ്മളുടെ സംസ്കാരം മാറി. നമുക്ക് എവിടെ നോക്കിയാലും വെള്ളമാണ്, പക്ഷെ കുടിക്കാൻ ഒരു തുള്ളി വെള്ളമില്ല എന്നൊരു പഴഞ്ചൊല്ലല്ലേ സാബു സാറേ? വാട്ടർ എവരിവെയർ ഈസ് വാട്ടർ, ദർ ഈസ് നോ ഡ്രോപ്പ് ടു ഡ്രിങ്ക്. ആ അവസ്ഥയാണ് ശരിക്കും കേരളത്തിൽ. അപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ഈ ബോട്ടിൽ വാട്ടർ വാങ്ങുന്നത്? ഇപ്പൊ ടാങ്കറിലാണ് വെള്ളം വരുന്നത്. ഇപ്പം ഞാൻ താമസിക്കുന്ന കൊച്ചിയിലാണ്. കൊച്ചിയിൽ പല സ്ഥലങ്ങളിലും വെള്ളം വരുന്നത് ഇപ്പം ആ ടാങ്കറിലെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒക്കെ അടുത്ത കാലത്ത് വലിയ ചർച്ചയായിരുന്നു സാർ. നമുക്ക് അത് വിശ്വസിക്കാമോ? നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ശരിക്കും നമ്മുടെ സ്വന്തം വീട്ടിലെ കിണറ്റിലെ വെള്ളമാണ് ഏറ്റവും വിശ്വസിക്കാവുന്നത്. അത് ഒരു ചെറിയ പ്യൂരിഫയർ അല്ലെങ്കിൽ ഒന്നും വേണ്ട, തിളപ്പിച്ച് ആർച്ച് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് കുടിക്കാം. ഈ കൊണ്ടുവരുന്ന വെള്ളത്തിൽ എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വെള്ളമാണെന്ന് പറയാം. അതിൻ്റെ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം ആ വെള്ളത്തിൻ്റെ ടെസ്റ്റ് ക്വാളിറ്റി. ആക്ച്വലി നമ്മളെ എല്ലാവരുടെയും കോമൺ ആയിട്ട് വീട്ടിലേക്കുള്ള ഒരു കാര്യം ഞാൻ ഇപ്പം ഷെയർ ചെയ്യാം ബിഫോർ ഐ ഫർഗെറ്റ്. വീട്ടിലെ വെള്ളത്തിലെ ഒരു സാമ്പിൾ എടുത്തിട്ട് തൊട്ടടുത്ത മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് എന്ന ലബോറട്ടറി ഉണ്ട്, അവിടെ കൊണ്ടുപോയിട്ട് രണ്ട് ടെസ്റ്റ് ചെയ്യിക്കണം. ഓൺലി 2 tests ടു ട്രസ്റ്റ് യുവർ വാട്ടർ ഈസ്. ഈ ടാങ്കർ അടക്കം, നമ്മുടെ വീട്ടിലെ കിണറടക്കം, പൈപ്പ് അടക്കം, KWയുടെ അടക്കം രണ്ട് ടെസ്റ്റ് ചെയ്യണം സാർ. ഒന്ന് ടോട്ടൽ ക്വാളിഫോ എന്ന് പറയും മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ഉണ്ട്. രണ്ടാമത് ഈക്കോളായി. ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിലെ ബാക്ടീരിയയുടെ കണ്ടന്റ് കിട്ടും. ഇത് 0 ആയിരിക്കണമെന്ന നിയമം. WHO പറയുന്നത് വി ഷുഡ് നോട്ട് ഹാവ് ഇൻ 100 ml ഇറ്റ് ഷുഡ് ബി ആബ്സെന്റ്. ഇത് എല്ലാ വീടുകളിലും ചെയ്ത് നോക്കണം, പറ്റുകയാണെങ്കിൽ നാളെ തന്നെ. ഇത് ചെയ്യുമ്പോഴേ നമുക്ക് അറിയുള്ളൂ വാട്ട് കൈൻഡ് ഓഫ് വാട്ടർ വി ആർ ഡ്രിങ്കിങ്. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പൊ എല്ലായിടത്തും എന്താണ് ഹൗസ് ഹോൾഡ് വാട്ടർ പ്യൂരിഫിക്കേഷൻ യൂണിറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതിനകത്ത് ഒരു പാർട്ടുണ്ട്, UV അൾട്രാ വയലറ്റ് എന്ന് പറയുന്ന ചെറിയ പാർട്ടുണ്ട് അതിനകത്ത്. സോ ദാറ്റ് ഈസ് സപ്പോസ് ടു ബി ടേക്ക് കെയർ അബൌട്ട് ദിസ് മൈക്രോബയോളജിക്കൽ പാർട്ട്. ബട്ട് ഹൗ എഫിഷ്യൻറ്റ് വി ഡോണ്ട് നോ. ആ ടാപ്പിൽ നിന്നുള്ള വെള്ളം തന്നെ, അതിൽ നിന്നുള്ള കളക്ട് ചെയ്ത വെള്ളം തന്നെ കൊണ്ട് കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയുള്ളൂ. then you drink. ഡ്രിങ്ക് ചെയ്യുന്നതിന് ഏറ്റവും പോലെ ഒന്ന് എന്താണ്, പണ്ടൊക്കെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ഏറ്റവും നല്ല ഒരു പ്യൂരിഫിക്കേഷൻ മാർഗമാണ് ജസ്റ്റ് വെള്ളം തിളപ്പിക്കുക, തണുപ്പിക്കുക, കുടിക്കുക. ഇതാണ് ലോകത്തിലേക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള വാട്ടർ പ്യൂരിഫിക്കേഷൻ. ഈ എബോവ് 100 degree centigrade മിക്കവാറുള്ള ബാക്ടീരിയകളൊക്കെ ചത്തുപോകും. വെള്ളം നല്ലപോലെ തിളപ്പിക്കുക, 100 degree centigrade നല്ലപോലെ വെട്ടി തിളക്കുക, അടച്ചു വെക്കുക. Okay, so I'm taking little bit time, but again, as the point comes to my mind, I'm just sharing with you. Now, the next one, look at the children, poor children. Unsafe water kills 200 children every hour. ഒരു മണിക്കൂറിലത്തെ കാര്യമാണ് അശോക് സാർ. ഇത് is killing 200 children in the world every hour. Waterborne diseases. Now another, jellyfish. Jellyfish എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കടലിലൊക്കെ ഉണ്ടാകുന്ന ഒരു കോമൺ ക്രീച്ചർ, ഒരു അക്വാട്ടിക് ലൈഫുള്ള ഒരു ഇതാണ്. എ ജെല്ലിഫിഷ് ആൻഡ് എ കുക്കുംബർ ഹാവ് ഈച്ച് 95% ഓഫ് വാട്ടർ. കുക്കുംബർ നമുക്കറിയാമല്ലോ. Another one apple requires 80 gallons of water to grow. ഒരു ആപ്പിൾ വളരണമെങ്കിൽ അതിനകത്ത് 18 gallons ഓഫ് വെള്ളം വേണം.
to create, another one is very important. To create 1 pint of beer, it takes 20 gallons of water. നമ്മളൊക്കെ കാണുന്ന ആ ബിയർ ഉണ്ടാക്കണമെങ്കിൽ അത് പല സൈസിലുണ്ട്. മിനിമം സൈസ് 335 ml ഒക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് റിക്വയർസ് 20 gallons of water. It has to go through many process. The last one, 500 sheets of paper requires 1,321 gallons of water. നമ്മൾ നിസ്സാരമായി കാണുന്ന പേപ്പർ ഇൻഡസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ വൈറ്റ് പേപ്പർ ഉണ്ട്, എഴുതാം, പക്ഷേ it requires water. So these are we are taking all this from the nature. വെള്ളം ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ വെള്ളം ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ പേ ചെയ്യുന്നതൊക്കെ ഈ റീസൺ കൊണ്ടാണ്. സോ വി ആർ പേയിങ് or we are buying water in either way. Now let us come to talk about our human beings. Very interesting points. 70% of our human brain is water. അതുകൊണ്ട് എല്ലാവരും നല്ലപോലെ വെള്ളം കുടിച്ചോളൂ, അതർവൈസ് ദ ബ്രെയിൻ ഇസ് ഗോയിങ് ടു ഷ്രിങ്ക്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ വെള്ളം കുടിക്കുന്ന എത്ര പേരുണ്ട് ഈ കൂട്ടത്തിൽ? ഇഫ് യു ക്യാൻ ജസ്റ്റ് റൈസ് ദ ഹാൻഡ്സ്. ഓക്കെ, ഞാൻ വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് ബിഫോർ ബ്രഷിങ് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ വെള്ളം കുടിക്കണം. ദാറ്റ്സ് എ ഗുഡ് പ്രാക്ടീസ്. കാര്യം നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പറയുന്ന പോലെ നമ്മുടെ സലൈവയിൽ, നമ്മുടെ പ്രോസസ്സിൽ കൂടെ ഒരുപാട് നല്ല ബാക്ടീരിയകൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാറുണ്ട്. സോ ദാറ്റ് ഷുഡ് ഗോ ഇൻ. സോ ഡോണ്ട് വാഷ് യുവർ മൗത്ത്, ഡ്രിങ്ക് ദ വാട്ടർ. ഇപ്പോഴാണ് ഒരുപാട് അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൺസെപ്റ്റ് ഒക്കെ മാറിയിട്ടുണ്ട്. സോ ഇത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത് ബ്രെയിനാണ്. ഇറ്റ് നീഡ്സ് വാട്ടർ 70%. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ എ ഫ്ലൂയിഡ് സ്റ്റേജ്. അതർവൈസ് നമ്മളൊക്കെ പഠിക്കുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്റിങ്ങും അല്ലെങ്കിൽ ബ്രെയിൻ നമ്മുടെ ന്യൂറോ പാത്വേസും ഒക്കെ ഇറ്റ് വിൽ സഫർ. നെക്സ്റ്റ് വൺ, ദ സലൈവ പ്രൊഡക്ഷൻ. വാട്ടർ ഈസ് പ്രൈമറി കമ്പോണന്റ് ഓഫ് സലൈവ, നമുക്കറിയാം. സോ ഡ്രിങ്ക് മോർ വാട്ടർ. നൗ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ. സ്റ്റേയിങ് ഹൈഡ്രേറ്റഡ് ഈസ് വൈറ്റൽ ഫോർ മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചേഴ്സ്. നമുക്ക് തന്നെ അറിയാം, പനി വന്നിട്ടുണ്ടെങ്കിൽ ഒരു തുണി അല്ലെങ്കിൽ വെള്ളം മുക്കി നമ്മുടെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ പനി പോകും. ദാറ്റ് ഇസ് എ മെഡിസിനൽ വാല്യൂ ഓഫ് വാട്ടർ. Look at the other one, joint and tissue health. Adequate water consumption lubricates and cushion joints, spinal cord and tissues. നമ്മുടെ ജോയിൻസിലൊക്കെ നല്ല ലൂബ്രിക്കേഷൻ വേണമെങ്കിൽ ഡ്രിങ്ക് വാട്ടർ. ദർ ഇസ് നോ അതർ മെക്കാനിസം. യു കനോട്ട് oil like in a car or a machine. You have to drink water. And the other one is the bowel movement. If you drink sufficient quantity of water, you will have a very good bowel movement. As soon as you consume, you will have a tendency to use the washrooms. That is the best practice. That's a healthy indication. So if you drink water within few minutes or time, if you feel the bowel movements, it's a good indication of a healthy body. So that means you are consuming the water. Now, the physical performances, those who are doing the exercises and all, drink more water. Hydration is very, very important. Physical performance, walking in the gym or whatever physical activities you do, before and after. If possible, drink water before also and after also. Now look at the general thumb rules of water consumption for adults. Generally 3 liters per water. ഈ കണക്ക് ഇത് വേണം, ബോഡിക്ക് വേണ്ട കണക്കാണ്. 3 liters of water in a day for a male. For a female, it is 2.2 liters per day. ഇപ്പം നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയിട്ട് എൻ്റെ തന്നെ ആയിരിക്കും ഏറ്റവും കുറച്ച് വെള്ളം കുടിക്കുന്ന ജനവിഭാഗമാണ് നമ്മുടെ സ്ത്രീകൾ. അവർക്ക് അതിൻ്റെതായിട്ടുള്ള റീസൺസ് ഒക്കെ പറയാറുണ്ട്. ബട്ട് അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. വെള്ളം കുടിക്കാത്തതുകൊണ്ട് ഏറ്റവും കൂടുതൽ അസുഖങ്ങളും മറ്റുള്ള ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ച കൈകാല് വേദന, മുട്ടുവേദന, ഇതൊക്കെ വരുന്നതിൻ്റെ മെയിൻ റീസൺസ് അവർക്ക് വെള്ളം കുടിക്കാത്തതുകൊണ്ടുള്ള പല അസുഖങ്ങളും ഉണ്ട്. ഇൻക്ലൂഡിങ് ഇൻ മൈ ഹോം, ഐ നോ. So force them to drink more water. ഇവിടെയാണ്
ഒരു ഇലിസ്ട്രേഷനിൽ കൂടെ ഞാൻ ഇതെല്ലാം കാണിച്ചു കഴിഞ്ഞാൽ why we are drinking water. Just look at this picture, it will tell you what is the magic is doing in our body. Minimum 8 glasses per day. If you start from the left hand side of the screen, it will remove toxins. It will lubricate eyes, better mood. Better mood is coming from, of course, from the brain activities. Good skin. നല്ലപോലെ വെള്ളം കുടിക്കുന്ന ആൾക്കാരുടെ ഫേസിൽ നോക്കിയാൽ അറിയാം. It will shine. They have a glazing on their skin. Otherwise, it looks like a shrinking, or shrinkness. Muscles. Especially people are going to the gym and all, if you wanted to have a healthy muscle, drink water. Healthy heart, very important. A sweet heart. The heart requires, a lot of water. It greases the joints. Okay. The last one is a better metabolism, the whole system. So these are the essentials of water in humans. This simple picture will tell you exactly why you need to drink enough water. ഈ കാണുന്ന പിക്ചറിൽ കാണുന്ന ഡോക്ടർ, I don't know how many people you know this doctor. Dr. Ferdiun is an Iranian doctor. So he was put in jail during the Iranian Revolution in 1979. Because, in Iranian, there was a lot of, that kind of activity was happening. So he was also in jail behind the bars. So when he was put in jail, a disease was spreaded. In the jail, there was no doctor. Except him, there was no medicine. There was nothing. So when he was spending his time, he found out that the inmates were having problem with ulcers and arthritis because they are not able to move. So this doctor has treated all the prisons with just giving water. Yeah, this is a true story I'm sharing with you. Only water available, even there was no food at that time, that Iranian Revolution time. So he treated most of the patient, and almost all the people were recovered from these diseases. And he was appreciated in many times about this. He has written many books. He is a very famous, doctor who is having very thorough knowledge about the medicinal value of water. You can see the books here. This is the first one, is his famous book, Your Body's Many Crises for Water. He has written in 1992, he has died in 2004. He has written many books, very useful books. If you can just read these books, it's a Bible for the water. It contains everything, especially the people who are suffering with a lot of diseases. He has cured. The next book is also Water Cures, Drugs Kills, because if you consume medicine, there are a lot of after effects. So those kind of many diseases was treated by this Ferdiun, Dr. Ferdiun, in many countries. And the third book he has written is Water for Health, Water for Healing, and Water for the Entire Life. These books are even available in the Amazon. You can, if you wanted to buy it, definitely you can buy it on various versions. It is available. Now, I was explaining the characteristics and the properties of water in many ways, how it is, affecting our body. And I talked about many things in the previous slides. If you just look at three pictures, these are the ways how the water is produced nowadays. Because in our place, നമ്മുടെ കേരളത്തില് എനിക്ക് തോന്നുന്നില്ല റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ ആവശ്യമില്ല. റിവേഴ്സ് ഓസ്മോസിസ് വേണ്ടത് സീ വാട്ടർ ഡീസാലിനേഷന് വേണ്ടിയിട്ടാണ്. അതിന്റെ ആവശ്യം ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാര്യം
നമ്മുടെ നാട്ടില് കുടിവെള്ളത്തിന്റെ അതേ ശുദ്ധജലം എന്ന് പറയാൻ ഞാൻ പറയുമ്പോൾ അതിന് ക്വാളിറ്റിയുള്ള WHO സ്റ്റാൻഡേർഡുള്ള വെള്ളം നമ്മുടെ നാട്ടിൽ എങ്ങുമില്ല. ഇപ്പൊ സത്യം പറയാൻ നമ്മുടെ കിണറുകളിലെ വെള്ളം ഉണ്ടെങ്കിൽ ചില വാട്ടർ പ്യൂരിഫയറിൽ വരാറുണ്ടല്ലോ RO. സാർ ഇതുണ്ട്, അത് നമ്മുടെ ഹൗസ് ഹോൾഡ് വരാറുണ്ട്, ശരിയാണ്. ഞാൻ പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയൽ സ്കെയിലാണ്. ഇപ്പൊ നമ്മളെ KWA മാതിരി അവരാണുള്ളത് പ്രൊഡ്യൂസേഴ്സ്, ദേ ജനറേറ്റ് വാട്ടർ. അവർ നമ്മുടെ പുഴകളിലെ, അതാണ് അടുത്ത സ്ലൈഡിൽ കാണുന്നതാണ് ഇതുപോലെ. അപ്പോൾ ആദ്യത്തേത് സീ വാട്ടർ ഓൺ എൻ ഇൻഡസ്ട്രിയൽ സ്കെയിൽ ഇതാണ്. ഇപ്പോൾ ഞാനൊക്കെ വർക്ക് ചെയ്യുന്നത് ഇതേമാതിരി സ്കെയിലുള്ള പബ്ലിക് ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള പ്രൊജക്ട്സിലാണ് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ കമ്മിറ്റ്മെന്റ് നിങ്ങൾക്കുണ്ട്. ബിക്കോസ് ദ വാട്ടർ പ്രൊഡ്യൂസ് ഫ്രം ദീസ് കൈൻഡ് ഓഫ് പ്ലാന്റ് ഈസ് ഗോയിങ് ടു ദ പബ്ലിക്. അവിടെയാണ് വാട്ടർ ക്വാളിറ്റിയിൽ ഇവിടുത്തെ മാതിരിയുള്ള ഈ കൺട്രിയിലെ മാതിരിയുള്ള ഇവിടുത്തെ ഭരണവും ഇവിടുത്തെ സിസ്റ്റവും ഒക്കെ ദേ ഡോണ്ട് കോംപ്രമൈസ്. പ്യൂർ ഇത് WHO സ്റ്റാൻഡേർഡിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഗൾഫ് കൺട്രികളിലെയും പ്ലാൻ ചെയ്യാൻ കണ്ടിട്ടുള്ളത്. അതിനകത്ത് ഒരു ഡീവിയേഷൻ പോലും വരാൻ പാടില്ല. ദേ ആർ നോട്ട്, ബിക്കോസ് ഇറ്റ് ഇസ് ഗോയിങ് ടു ദ പബ്ലിക്. ഇത് 24/7 ഇവിടെയുള്ള കൺട്രികളിൽ ഇതിന്റെ ക്വാളിറ്റി മോണിറ്റർ ചെയ്യുന്നുണ്ട്. 24/7 ദർ ആർ പീപ്പിൾ വർക്കിംഗ് ടു മോണിറ്റർ ദിസ്. ഇഫ് എനിത്തിങ് ഇസ് റോങ്, ദിസ് പ്ലാന്റ് വിൽ ഗെറ്റ് ഷട്ട് ഓഫ് ഓട്ടോമാറ്റിക്കലി. അപ്പൊ അങ്ങനെയുള്ള കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ KWA സപ്ലൈ ചെയ്യുന്ന വാട്ടറിലൊക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലെ പ്രശ്നം അവിടുത്തെ ഡിസ്ട്രിബ്യൂഷനുള്ള കാര്യം. പണ്ട് ഏതോ കാലത്ത് രാജാവ് ഭരിച്ചിരുന്ന കാലത്താണ് നമ്മുടെ നാട്ടിലെ പൈപ്പിംഗ് സംവിധാനങ്ങൾ മിക്കവാറും ഇട്ടത്. ഇപ്പം മിക്കവാറുള്ള സ്ഥലത്തൊക്കെ, അതിന് ശേഷം കുറേ സ്ഥലത്തൊക്കെ മാറ്റിയിട്ടേ ഉള്ളൂ. അപ്പൊ ഈ പൈപ്പ് പോകുന്ന സ്ഥലങ്ങളിൽ കൂടെ തന്നെയും കാനകളുടെ നടുക്കൂടെ വാട്ടർ പൈപ്പ് പോകുന്നുണ്ട്. കൊച്ചിയിലൊക്കെ അതിനോ പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ അവിടെ ഒരു വാട്ടർ ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഇമാജിൻ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അപ്പൊ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ ആ പ്രോസസ് ആക്ച്വലി ഈ ബാക്ടീരിയോളജിക്കൽ കണ്ടാമിനേഷൻ വരെ ഹാൻഡിൽ ചെയ്യാൻ പവർ ഉള്ള കപ്പാസിറ്റി ഉള്ളതാണ് ഈ റിവേഴ്സ് ഓസ്മോസിസ്. ഒരു മെംബ്രെയിൻ പ്രോസസ്സാണ്. ഇറ്റ് വിൽ അലൗ ഓൺലി ദ വാട്ടർ മോളിക്യൂൾസ് ടു പാസ്. ബാക്ടീരിയാസ്, വൈറസസ് ആൻഡ് പാത്തജൻസ് ഇറ്റ് വിൽ നോട്ട് അലൗ. അപ്പൊ അങ്ങനെ അത് അഥവാ അങ്ങനെ എന്തെങ്കിലും ഒരു കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ തന്നെ അതിന് ടെർഷറി ട്രീറ്റ്മെന്റ് എന്ന് പറയാൻ അവിടെയാണ് ഈ ക്ലോറിൻ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്, ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ KWA നമ്മൾക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിൽ ഈ ക്ലോറിനേഷൻ ചെയ്യാറുണ്ട്. അവിടെ ഈ കൊയാഗുലേഷൻ ക്ലോറിനേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഒക്കെ നമ്മുടെ പൈപ്പിൽ തുറന്നു കൊള്ളുമ്പോൾ യു വിൽ ഫീൽ ക്ലോറിൻ സ്മെൽ. ഒരു കണക്കിന് നല്ലതാണ്, അത്യാവശ്യം ബാക്ടീരിയകളെയൊക്കെ കൊല്ലും. ബട്ട് അഗെയിൻ ക്ലോറിൻ ഈസ് ഓൾസോ നോട്ട് ഗുഡ് ഫോർ അവർ ബോഡി. ക്ലോറിനും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഏറ്റവും നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഈ നമ്മുടെ ബോയിലിങ്ങിൽ കൂടി കുറേ ക്ലോറിനൊക്കെ പോവുകയും ചെയ്യും. സോ ഓൾവേസ് ഡ്രിങ്ക് വാട്ടർ, ബോയിൽ ഇറ്റ്, ഡ്രിങ്ക് ഇറ്റ്. ദാറ്റ്സ് ദി ബെസ്റ്റ് സിമ്പിൾ മെത്തേഡ്. മൂന്നാമത്തെ അതിലാണ് ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ കൂടെ ഒരുപാട് വേസ്റ്റ് വാട്ടർ ജനറേഷൻ ചെയ്യണം. ഇൻക്ലൂഡിങ് സീവേജ് ട്രീറ്റ്മെന്റ് പറഞ്ഞാൽ അവർ ഡൊമസ്റ്റിക് വാട്ടർ ഗോയിങ് ഫ്രം അവർ ടോയ്ലറ്റ്സ് ആൻഡ് കിച്ചൺ, ഇതെല്ലാം വേസ്റ്റ് വാട്ടറിലാണ് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും സേഫ്റ്റി ടാങ്ക് സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ചില സിറ്റികളിലൊക്കെ ഇപ്പം ബാംഗ്ലൂർ അല്ലെങ്കിൽ ചെന്നൈ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊക്കെ അവിടെ കോമൺ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ് ഉണ്ട് ഫോർ ട്രീറ്റിംഗ് യുവർ വേസ്റ്റ്, ദ വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ഫ്രം ഈച്ച് ഹൗസ്. ഈ ഗൾഫ് കൺട്രികളിലൊക്കെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് പ്രോസസ്സ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഇങ്ങനെ വരുന്ന വേസ്റ്റ് വാട്ടർ അത് റീസൈക്കിൾ ചെയ്തിട്ട് 100% ഇത് റീയൂസ് ചെയ്യാണ്. കാര്യം ഈ കൺട്രിയിൽ, ഈ മരുഭൂമിയിൽ അതെല്ലാം തിരിച്ച് റീയൂസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഫോർ അഗ്രികൾച്ചർ പർപ്പസ്, ഫോർ ഇറിഗേഷൻ പർപ്പസ്, കീപ്പിംഗ് ദ പ്ലാന്റ്സ്. അപ്പം ഇതെല്ലാം ഈ കൺട്രിയിലുണ്ട്. ഇവിടെ ഒരു തുള്ളി വെള്ളം പോലും വേസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. റീയൂസ് ആൻഡ് റീസൈക്കിൾ. ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം, ഫോർ എക്സാമ്പിൾ, നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ സത്യം പറഞ്ഞാൽ വലിയ വേസ്റ്റ് ഒന്നുമില്ല, സോപ്പ് മാത്രമേ ഉള്ളൂ. അല്ലെ നമ്മുടെ ബോഡിയിലുള്ള ഡർട്ടോ അല്ലെങ്കിൽ ഡസ്റ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത് ഗ്രേ വാട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും നമ്മുടെ ഇൻഡസ്ട്രിയിൽ അതിനകത്ത് വലിയ പൊല്യൂഷൻ ഒന്നുമില്ല. ആ വാട്ടർ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് രണ്ടാമത് കുളിക്കാൻ വേണമെങ്കിൽ, എന്നെ ആരും ചീത്ത പറയരുത്, പക്ഷെ അതങ്ങനെ ചെയ്യുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇറ്റ് ഡസൻ കണ്ടെയ്ൻ എനി ഡേർട്ട്. അതേ ഉള്ളൂ. അത് ട്രീറ്റ് ചെയ്യാനുള്ള ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ട്.
ഈവൻ സിംഗപ്പൂരിൽ ന്യൂ വാട്ടർ എന്ന് പറഞ്ഞൊരു വാട്ടർ ഉണ്ട്. സിംഗപ്പൂരിൽ പോയിട്ടുള്ളവർക്ക് അറിയാം. അവിടുത്തെ കുടിവെള്ളത്തിന്റെ കൂടെ ഈ സീവേജ് ട്രീറ്റ് ചെയ്ത വെള്ളം മിക്സ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് കോൾഡ് എ ന്യൂ വാട്ടർ. കൻ യു ഇമാജിൻ? അതുപോലെ യൂറോപ്പിലൊക്കെ ഉണ്ടാക്കുന്ന ബിയറിന്റെ 90% ട്രീറ്റഡ് വാട്ടറാണ്. അതുകൊണ്ടാരും യൂറോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ബിയർ കുടിക്കാതിരിക്കണ്ട. ദേ ട്രീറ്റ് അപ് ടു ദാറ്റ് സ്റ്റാൻഡേർഡ്. ഫ്രഷ് വാട്ടർ, വേസ്റ്റ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ ഇറ്റ്സ് അഗൈൻ വാട്ടർ. ദാറ്റ്സ് എ പ്യൂരിഫിക്കേഷൻ അല്ലേ? വേസ്റ്റ് വാട്ടറിൽ നിന്ന് വേസ്റ്റ് മാറ്റാം. അതിനുള്ള ഒരുപാട് പ്രോസസ് ഉണ്ട്, ടെക്നോളജീസ് ഉണ്ട്. സോ യു ക്യാൻ യൂസ് ഇറ്റ് അഗെയിൻ. ഞാൻ പറഞ്ഞത് സിംഗപ്പൂരിൽ ഇത് നടക്കുന്ന കാര്യമാണ്. അവിടെ അറിയപ്പെടുന്നത് ന്യൂ വാട്ടർ. കാരണം സിംഗപ്പൂരിൽ വെള്ളമില്ല. പണ്ട് മലേഷ്യയിൽ നിന്നായിരുന്നു വാട്ടർ സപ്ലൈ കൂട്ടുന്നത്. നൗ ദേ ഹാവ് ദെയർ ഓൺ പ്ലാന്റ്സ്. ഐ വർക്ക് ദെയർ ഇൻ എ കമ്പനി ദെയർ ഓൾസോ. നൗ ദേ ഹാവ് ഡീസാലിനേഷൻ പ്ലാന്റ്സ്. ബട്ട് അഗെയിൻ അവർക്ക് ഈ റീയൂസ് ആണ് 100%. സിംഗപ്പൂരിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കാണാം അവിടുത്തെ പുഴകളും ഈ സിംഗപ്പൂരിൽ കൂടെ ഒരുപാട് വാട്ടർ വേസ് പോകുന്നുണ്ട്. സിംഗപ്പൂരിലുള്ളവർക്കറിയാം. നമ്മൾ കണ്ടാൽ നോക്കി നിൽക്കും, അത്രമാത്രം ക്ലീൻ ആണ് ആ വെള്ളമൊക്കെ. അതുപോലെ ഏറ്റവും വലിയ സംവിധാനങ്ങൾ, ഡ്രെയിനേജ് സിസ്റ്റം ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് സിംഗപ്പൂർ. ഫോർ എക്സാമ്പിൾ US-ലെ ഈ പറയുന്ന ബോട്ടിൽ വാട്ടർ ആരും കുടിക്കത്തില്ല. അവിടെ ഉള്ളവരെല്ലാവരും അവരുടെ ടാപ്പ് തുറന്നിട്ട് ദേ ഹാവ് ദർ പ്യൂരിഫയർ ഇൻ ദർ ഹോം, ഇറ്റ് കണക്റ്റഡ് ടു ദ ഫ്രിഡ്ജ്, ജസ്റ്റ് ഗോ, അവർ കുടിക്കും. സിംഗപ്പൂരിലും കാണത്തില്ല. സിംഗപ്പൂരിൽ ആക്ച്വലി വിൽക്കാൻ പാടില്ലെന്നാണ് ബോട്ടിൽ വാട്ടർ. അത്രമാത്രം അവരുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടില് ഈ ബോട്ടിൽ വാട്ടർ വാങ്ങുന്നത് തന്നെ വലിയ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ. ഐ എം ഗോയിങ് ടു നെക്സ്റ്റ് സ്ലൈഡ്. ദിസ് ഈസ് വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട്. There is a 3R rules in water industry. 3R. It starts from reduce, reuse, and recycle. This is what is happening in most of the countries actually. Wherever there's a water scarcity, water shortage, they reduce water. Reduce water എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് നമ്മൾ ടാപ്പ് തുറക്കുമ്പോഴേ ഈ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ. യു ക്യാൻ സേവ് വാട്ടർ, മിനിമൈസിങ് വാട്ടർ. അതുപോലെ വീട്ടിലെ ലീക്കിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പല വീടുകളിൽ നോക്കിയാലും അറിയാം, ചെറിയ ചെറിയ ലീക്കുകളായിരിക്കും. അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഹൂ കെയർസ്? ആരും അവിടെ കെയർ ചെയ്യാനൊന്നുമില്ല. പിന്നെ അടുത്താണ് അപ്പൊ എന്താണ് നമ്മുടെ വീട്ടിൽ തന്നെ ഈ പറഞ്ഞ 1-2 കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യമാണ് നമ്മുടെ വീട്ടിലെ പമ്പ് ഓണും ഓഫും ആക്കുന്നത്? ഈ പറയുന്ന പ്രാക്ടീസ് നോക്കിയിട്ടുണ്ടെങ്കിൽ സാബു സാറെ നമ്മുടെ ഇലക്ട്രിസിറ്റി വരെയാണ് നമ്മൾ സേവ് ചെയ്യുന്നത് സത്യത്തിൽ, അല്ലേ? എന്തെല്ലാം സേവിങ്സ് ഉണ്ടാവും. ജസ്റ്റ് യു ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്. അടുത്ത റീയൂസ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഗ്രേ വാട്ടറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷേ അത് പല സ്ഥലത്തും ഇപ്പൊ പല കൺട്രികളിലും നമ്മുടെ നാട്ടിൽ ഈ കൂട്ടത്തിൽ എഞ്ചിനീയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഞാൻ പറയുന്ന കാര്യം പറയുന്നത്, നമ്മുടെ അർബൻ ഡെവലപ്മെന്റിലൊക്കെ ഇപ്പോൾ ഈ നമ്മൾ കുളിക്കുന്ന വെള്ളവും നമ്മുടെ മറ്റുള്ള വെള്ളം, കിച്ചണിലെ വെള്ളം, ബാത്റൂം, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് പൈപ്പിംഗ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഈ ഗ്രേ വാട്ടർ എന്ന് പറയുന്നത് മാത്രം ഒരു സിസ്റ്റത്തിൽ പോയിട്ട് അവിടെ മിനിമം ട്രീറ്റ് ചെയ്തിട്ട് അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. മറ്റേത് കിച്ചണിലെ ടോയ്ലറ്റിലൊക്കെ അതിനെ കുറച്ചുകൂടെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ചുകൂടെ വേണം. കുറച്ചുകൂടെ അത് കോംപ്ലക്സ് ആണെന്ന് പറയാം. അല്ലെങ്കിൽ മേ ബി ഇറ്റ്സ് എക്സ്പെൻസീവ്, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് വേജ് ആകും, അങ്ങനെ ആയിരിക്കാം. ഈ മൂന്നാമത്തേത് ആറാണ് റീസൈക്കിൾ. നമുക്ക് ഒരുപാട് റീസൈക്കിൾ ചെയ്യാനുള്ള ഇതുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ വീടുകളിലൊക്കെ ഇത് നനയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കൃഷി ഉള്ളിടത്താണെങ്കിൽ കൃഷിക്ക് ഉപയോഗിക്കാം നമ്മൾ കുളിക്കുന്ന വെള്ളം. ആക്ച്വലി അതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് അതിനുള്ള ടാങ്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് പമ്പ് ഇറ്റ് ഫ്രം ദി ടോപ്പ്, ഉപയോഗിക്കാം. അപ്പൊ അതിന് ചെറിയ ട്രീറ്റ്മെന്റ് ഇപ്പം നാട്ടിൽ തന്നെ പല കമ്പനികളൊക്കെ ഇങ്ങനെയുള്ള ചെറിയ ഈ 3R വെച്ചിട്ട് അവർ പല പ്രോസസ്സും ഒക്കെ ചെയ്യുന്ന ചെറിയ പാക്കേജ് യൂണിറ്റുകളൊക്കെ
ഉള്ള കമ്പനികളുണ്ട്. യു ക്യാൻ അപ്രോച്ച് ദം. Okay, so this is one of the working principle in most of the countries where water is saved and what is recycled. ഈ പറഞ്ഞ കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്ന കാര്യമാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. നമ്മുടെ വീടുകളിൽ ഈ നമ്മുടെ ടെറസിലും മറ്റൊക്കെ വീഴുന്ന വെള്ളം പ്രോപ്പറായിട്ടുള്ള പൈപ്പിങ്ങും ഒക്കെ കണക്ട് ചെയ്തിട്ട് ഇത് നമുക്ക് കളക്ട് ചെയ്ത് ഒരു ടാങ്കിലൊക്കെ സൂക്ഷിക്കാമെങ്കിൽ ഇതാണ് ഏറ്റവും പ്യൂരിഫൈഡ് ആയിട്ടുള്ള യൂണിവേഴ്സിലെ വെള്ളമാണ് മഴവെള്ളം. ഒരു പൊല്യൂഷനും ഇല്ല. ഏറ്റവും പ്യൂറസ്റ്റ് ഫോം ഓഫ് വാട്ടറാണ് റെയിൻ വാട്ടർ. ഇതിനകത്ത് വരുന്ന 1-2 പ്രശ്നങ്ങളിലൊന്ന്, ഇതിനകത്ത് നമ്മുടെ ടെറസിലൊക്കെ ഇത് വീഴുമ്പോൾ കുറച്ച് ഡസ്റ്റ്, നമ്മുടെ നാട്ടിലായിരുന്ന കുറേ പൊടികൾ, ഇലകൾ, അതൊക്കെ ഇതിൽ വരാനുള്ള സാധ്യത ഉണ്ട്. പക്ഷെ അതിനൊക്കെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റ് ചെയ്തുകൂടെ അങ്ങനെയുള്ള ഡസ്റ്റിനെയൊക്കെ മാറ്റാനുള്ള ഫിൽറ്ററുകൾ ഇപ്പോൾ പല കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദ ബെസ്റ്റ് വേ, കളക്ട് വട്ട് എവർ റെയിൻ വാട്ടർ യു ക്യാൻ, മേക്ക് എ ടാങ്ക്, അണ്ടർഗ്രൗണ്ട് ടാങ്ക്, സ്റ്റോർ ഇറ്റ് ദെയർ, കീപ് ഇറ്റ് ദെയർ. നമുക്ക് ഈ കറണ്ടൊക്കെ പോകുമ്പോൾ ദിവസങ്ങളോളം വെള്ളമില്ലാതെ മോട്ടറൊക്കെ ഓടാതിരിക്കുന്ന അവസ്ഥയിലുണ്ടോ, യു ക്യാൻ യൂസ് ദിസ് വാട്ടർ അറ്റ്ലീസ്റ്റ് ഫോർ shower, at least for washing, at least for washing your car, washing your നമ്മുടെ ചെടികൾക്കൊക്കെ നനയ്ക്കാൻ യൂസ് ദിസ്. ഞാൻ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ടാങ്കിലെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പിക്ചർ എന്നേ ഉള്ളൂ. ദാറ്റ് ഇസ് കോൾഡ് ദി റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ടാങ്ക്. യു ക്യാൻ സീ ഫ്രം all the rows, make a common collection system, put in the ground. ഇത് വേനൽക്കാലത്ത് ഇത് വളരെ ഉപയോഗമുള്ള ഒരു സിസ്റ്റമാണ്. അതുകൊണ്ട് ഇപ്പൊ ചില വീടുകളിലൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അത് പോരാ. ഇപ്പൊ അത് കുറച്ചുകൂടെ ഇതിന് പിന്നെ മഴവെള്ളത്തിന് നമ്മളൊന്നും അതും ഇതുപോലാണ്. കേരളത്തിലെ കാര്യം ഇപ്പൊ തന്നെ കണ്ടില്ല, മഴ നമുക്കൊരു പ്രശ്നമല്ലല്ലോ. എപ്പോൾ വേണമെങ്കിലും നമുക്ക് പണ്ടത്തെ ട്രെയിൻ സൈക്കിളൊക്കെ മാറി. ഇപ്പൊ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പോലും അറിയത്തില്ല. പക്ഷെ നോക്കൂ സാർ, നമ്മുടെ ഈ പെയ്യുന്ന വെള്ളമെല്ലാം കടലിലോട്ട് ഒരു യൂസും ഇല്ലാതെ അങ്ങനെ പോവുകയാണ്. പല കൺട്രികളിലും ഇപ്പൊ ഒമാനിലെ ഞാൻ കാര്യം പറയാം. അവര് മഴ പെയ്തിട്ടുണ്ട്. ഇവിടെയും ഉണ്ട് സാർ ഈ ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ ഉണ്ടാകാറുണ്ട് ശരിക്കും. അതിനിവിടെ വാദി എന്നാണ് പറയുന്നത്. അറബിക് വേർഡാണ് വാദി. ഓക്കെ. പക്ഷേ ഒമാനിൽ വന്നിട്ടുള്ളവരൊക്കെ കാണാം ഇവിടെ ചുറ്റും മലകളാണ്. എവിടെ നോക്കിയാലും മൗണ്ടൻസ് ആൻഡ് ഹിൽസേ ഉള്ളൂ സാർ ഈ സ്ഥലത്ത്. ഇവിടുത്തെ കടലിനടിയിൽ പോലും മലകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഞാനിവിടെ ഇരിക്കുന്ന നോക്കി എൻ്റെ വിൻഡോയിൽ കൂടെ നോക്കിയാൽ 100-200 മീറ്ററിന് മേലെ അപ്പുറത്ത് മലയാണ്. അപ്പോൾ ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ്. അപ്പം ഇവിടെയും ഈ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന കണക്കിലാക്കി ഇവിടുത്തെ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്, ഇവിടുത്തെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്, ചില സ്ഥലങ്ങളിലൊന്നും താമസിക്കാനേ പെർമിഷൻ ഇല്ല. അവിടെ ഹൈ പൊട്ടൻഷ്യൽ ചാൻസസ് ഉള്ള സ്ഥലമാണ്. സോ യു ആർ നോട്ട് സപ്പോർട്ട് ടു സ്റ്റേ. ഗവൺമെന്റ് അലോ ചെയ്യത്തില്ല. അഥവാ ഇത് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ വലിയ വലിയ ഡ്രെയിനേജുകൾ ഉണ്ടാക്കിയിട്ട് ആരെ അഫക്റ്റ് ചെയ്യാതെ പൊക്കോളൂ. അത് പിന്നെ മറ്റൊന്ന് ചെയ്തിരിക്കുന്ന ഈ വരുന്ന വെള്ളമെല്ലാം ഡാമിൽ ചെന്നതിന് ശേഷം അഥവാ ആൾക്കാരെ അഫക്റ്റ് ചെയ്യുകയാണെങ്കിലും അഫക്റ്റ് ചെയ്യത്തുള്ളൂ. സീ ഹൗ ഇവിടുത്തെ ഓരോ സിസ്റ്റങ്ങളുടെ കാര്യം ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് ഓൺലി ഹിയർ, എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പല റോഡുകളിലൂടെ ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം മലയെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. വലിയ വലിയ ഇരുമ്പ് വലകളിട്ട് പിടിച്ചു കെട്ടിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ റോഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ മലകളുടെ ഇടയിൽ കൂടെ. എത്ര സംവിധാനങ്ങളുണ്ട് സാർ, എല്ലാത്തിനും സംവിധാനമുണ്ട്. പക്ഷേ ഒരിക്കലും കമ്പയർ ചെയ്യരുത് നമ്മുടെ കൺട്രി. ഇത് വേറൊരു കൺട്രി, നമ്മുടെ വേറൊരു കൺട്രി. എല്ലാത്തിനായിട്ടുള്ള പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഗ്യാബിയോൺ ബോക്സ് എന്ന് പറഞ്ഞിട്ട് മലകൾക്ക് വേണ്ടിയിട്ട് തന്നെ ഉണ്ടാക്കുന്ന പിടിച്ചു കിട്ടുന്ന ഇരുമ്പ് വലകളും ഒക്കെയുള്ള സംവിധാനങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്കിപ്പം ഇവിടുത്തെ തന്നെ നമുക്കിത് ഉണ്ടായത്, ഇപ്പം കേരളത്തിൽ തന്നെ ഈ ദുരവസ്ഥ ഉണ്ടായത് ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ നമ്മുടെ കേരള കോൺട്രിബ്യൂഷൻസും ഉണ്ട്. എന്തുകൊണ്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നു എന്നുള്ള വലിയ ക്വസ്റ്റ്യനാണ്. വെള്ളത്തിനെ നമ്മളത് പോകാൻ അനുവദിച്ചില്ലെങ്കിൽ സോ ഇറ്റ് വിൽ ഫൈൻഡ് ഇറ്റ്സ് ഓൺ വേ. യു കനോട്ട് സ്റ്റോപ്പ് ദ വാട്ടർ വേസ്. അത് യൂണിവേഴ്സിനോട് നമുക്ക് പൊരുതി ജയിക്കാനൊന്നും മനുഷ്യന് ആയിട്ടില്ല. അതിൻ്റെ ഉദാഹരണമാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ
ഈ ലാൻഡ് സ്ലൈഡിനൊക്കെ ഒരു പക്ഷേ കാരണക്കാർ നമ്മളൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ റിസോർട്ടുകളൊക്കെ പണിയുന്നു, ബേസ്മെന്റിൽ നിന്ന് മണ്ണെടുക്കുന്നു, കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇതെല്ലാം ലാൻഡ് സ്ലൈഡിനുള്ള കാരണമാണ്. ആൻഡ് യു കനോട്ട് പുട്ട് എ വാർ അഗൻസ്റ്റ് വാട്ടർ. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട വാട്ടർ പൊല്യൂഷൻ. എവിടെ? ട്രിവാൻഡ്രത്തും നമ്മുടെയൊക്കെ ചുറ്റും നോക്കിയാലും ഇതുപോലുള്ള പൈപ്പ് ലൈനുകളൊക്കെ കാണാം. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ എവിടെ നിന്നൊക്കെയോ ഉള്ള വെള്ളം. ഇവൻ നമ്മുടെ വീട്ടിൽ നിന്നും പോകുന്ന വെള്ളമൊക്കെ ഉണ്ടാവും. ഇതുപോലെ അടുത്തുള്ള തോട്ടിലായിരിക്കും പോകുന്നത്. ഇതെവിടെയാണ് സാർ പോകുന്നത്? ഈ വെള്ളം അടുത്ത ഒരു നദിയിലായിരിക്കുമല്ലോ പോകുന്നത്. അപ്പൊ അവിടെ നിന്നായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വെള്ളവും പമ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്നുള്ള യൂണിവേഴ്സൽ നിയമം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ഉണ്ട് അവിടെ കുറച്ച്. യു ആർ ത്രോയിങ് സംതിങ് ആൻഡ് ഇറ്റ്സ് കമ്മിങ് ബാക്ക് ടു യു. അടുത്ത പിക്ചർ നോക്കാം. ആമേൻ തോടിലൊക്കെ ഇതാണ് നടക്കുന്നത്. റെയിൽവേ പഴിക്കുന്നു, കോർപ്പറേഷനെ പഴിക്കുന്നു, മനുഷ്യനെ പഴിക്കുന്നു. ഇതാരാണ് സാർ ഈ ബോട്ടിലൊക്കെ ഇവിടെ കൊണ്ടിടുന്നത്? ഇതെവിടേക്കാണ് ഇടുന്നത്? ഈ വെള്ളം ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും. സോ ഹൂ ഇസ് റെസ്പോൺസിബിൾ? ദ ഗവൺമെന്റ്, റെയിൽവേ? ഇതൊന്നുമല്ല. പല കൺട്രികളിലും ഒരു വാട്ടർ ബോട്ടില് വെളിയിലിട്ട് കഴിഞ്ഞാൽ അപ്പം കിട്ടും ഫൈന്. യു ആർ നോട്ട് സപ്പോസ് ടു ത്രോ എനിത്തിങ് ഓൺ ദ ഗ്രൗണ്ട്. പക്ഷേ ഇവിടെയുള്ളവരൊന്നും അത് എറിയാറുമില്ല. അപ്പൊ അതാണ് നമുക്കൊക്കെ ഗവൺമെന്റിനെ പഴിക്കുന്നതിന് മുന്നേ നമ്മുടെ ആൾക്കാരിൽ ഇങ്ങനെയുള്ള അവയർനെസ് ഒക്കെ 1ാം ക്ലാസ് പോലെ ഇത് പഠിപ്പിക്കണം. അതിനുള്ള സംവിധാനമൊന്നുമില്ല. ഇപ്പോഴും നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കുന്ന ഏതോ കാലത്ത് ആരോ ഉണ്ടാക്കിയ ഒരു ഗുണവും ഇല്ലാത്ത കുറെ തിയറികൾ പഠിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഉള്ള. എന്നിട്ട് നമ്മൾ ന്യൂ ജനറേഷനൊക്കെ കുറ്റവും പറയും. ഒരു കണക്കിന് അവരാ നമ്മളെക്കാളും ഇപ്പം എൻ്റെ ഈ ഏജിലുള്ളവരെക്കാളും ആയി എന്താണ് അവർക്ക് വാല്യൂസ് ഉള്ള അറിയാം. ദേ ആർ ബോൺ ഇൻ ടു ദിസ് ഏരിയ. അപ്പോൾ ഇതൊരു വലിയ പിക്ചറാണിത്. ഇത് എത്ര പേരിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ അനുസരിച്ചിരിക്കുക അവർ ഇനി ഒരു ബോട്ടിൽ എറിയാതിരിക്കുന്നു. എങ്കിലും ഇതൊരു പ്രാക്ടീസാണ്. ദീസ് അവയർനെസ് ഷുഡ് കം ടു അവർ ബ്ലഡ്. ഇറ്റ് ഷുഡ് ബി എ ഹാബിറ്റ്. ദെൻ യു ക്യാൻ ഡു സംതിങ് അറ്റ്ലീസ്റ്റ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താണ് ഒടുവിൽ എല്ലാത്തിനെയും നമ്മൾ തന്നെ കുറ്റവും കാരണവും ഒക്കെ പഠിക്കുന്നതിന്റെ കാരണം ഇത് തന്നെ. നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് ഈ വിപത്തുകളെല്ലാം. ഇനി ഞാൻ എൻ്റെ ലാസ്റ്റ് പ്രസന്റേഷനിൽ ഒരു ജനറൽ ഒരു ടോപ്പിക്കാണ് ഇതും. നമ്മൾ എസെൻഷ്യൽ കുറെ പാരാമീറ്റേഴ്സ്, കെമിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. WHO ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ 10 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബട്ട് ദർ ആർ മോർ ദാൻ 100 പ്രോപ്പർട്ടീസ് ഓർ എലമെന്റ്സ് കോൾഡ് പാരാമീറ്റേഴ്സ് which WHO has defined. These should be the standards. ഇപ്പൊ ടെർബിഡിറ്റി എന്ന് പറഞ്ഞ നമ്പർ, ടെർബിഡിറ്റി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള മണ്ണിന്റെ അംശമാണ്. ടെർബിഡ് എന്ന് പറഞ്ഞാൽ യു കനോട്ട് സീ ദാറ്റ് വാട്ടർ ക്ലിയർലി. അതിന്റെ യൂണിറ്റ് ആണ് NTU, നെഫ്ലോമെറ്റിക് യൂണിറ്റ് എന്ന് പറയും. അപ്പൊ അതിനൊക്കെയുള്ള ലിമിറ്റ് ആണ്, ഈ ഡിസയർ ലിമിറ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കൂടാൻ പാടില്ല എന്നാണ് നിയമങ്ങൾ. രണ്ടാമത്താണ് TDS അല്ലെങ്കിൽ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ്. ഈ ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് ഐ വിൽ ടെൽ യു ഇൻ നട്ട്ഷെൽ. താഴെ കാണിച്ചിരിക്കുന്ന ഈ സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള ഈ കമ്പോണൻസ് ചേർന്നും സോഡിയം അടക്കം ക്ലോറൈഡ് അടക്കവും ചേർന്ന ടോട്ടലാണ് ഈ 500 എന്ന് പറയുന്നത്. ഈ 500 മില്ലിഗ്രാംസ് പെർ ലിറ്റർ. ഒരു ലിറ്ററിൽ 500 മില്ലിഗ്രാം വരെ ഇതാകാം. പക്ഷേ നമ്മുടെ നാട്ടില് ഇപ്പോൾ കിട്ടുന്ന ടാങ്കറിൽ കിട്ടുന്ന വെള്ളവും കേടവലിയുടെ വെള്ളത്തിലൊന്നും ഈ സ്റ്റാൻഡേർഡ് ഇല്ല. എന്താ അറിയോ? നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൽ വി നീഡ് സം മിനറൽസ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അത് നല്ലതല്ല. കുറച്ച് ഇതിന് WHO പറയുന്നത് ഇറ്റ് ക്യാൻ ഗോ അപ് ടു 1000 ppm എന്നാണ് പറയുന്നത്. മില്ലിഗ്രാംസ് പെർ ppm, മില്ലിഗ്രാം പെർ ലിറ്റർ ഒക്കെ ഒരേ യൂണിറ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഈ 1000 എത്തിയാൽ തന്നെ വി വിൽ ഫീൽ ലിറ്റിൽ ബിറ്റ് ഒരു സോൾട്ടി ടേസ്റ്റ് തോന്നുന്നേ ഉള്ളൂ. ബട്ട് ആഫ്രിക്കയിലുള്ളവർക്ക് സാറേ 1500 ഉള്ളതാണ് കുടിക്കുന്നത്. നമ്മളിവിടെ പറയുന്ന സ്വീറ്റ് വാട്ടർ എന്നാണ്, അവർ സോൾട്ട് വാട്ടർ എന്നാണ് പറയുന്നത്. യാ, അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അത് കുറച്ചിട്ട് കൊടുക്കാനുള്ള പ്ലാന്റുകളൊക്കെ ചെയ്യാറുണ്ട്. മൂന്നാമത്തെയാണ് ഇമ്പോർട്ടൻറ്റ് pH. pH എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂട്രൽ 7 ആണ്. അത് അസിഡിറ്റിയിലേക്കും പോവില്ല, ആൽക്കലിനിറ്റിയിലേക്കും പോവില്ല. സോ ദർ ഇസ് എ റേഞ്ച് സ്പെസിഫൈഡ് ബൈ WHO. It should be between 6.5 to 8.5.
അപ്പോൾ ചില ഈ ഇപ്പോൾ ഉള്ള ഈ ആൽക്കലൈൻ വാട്ടർ എന്നൊക്കെ പറഞ്ഞ് വെള്ളം വാങ്ങാൻ കിട്ടുന്നുണ്ട്. പല കമ്പനികളിലും ഇപ്പം അതിൻ്റെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അവരും ഇതാണ് ചെയ്യുന്നത്. ദേ ആർ ഇൻക്രീസിങ് ദി ആൽക്കലിറ്റി. അപ്പം നമ്മുടെ ബോഡിയിലേക്ക് നല്ലതാണ്. അപ്പോൾ ബാക്കി കാണുന്ന, ഞാൻ അധികം സമയം എടുക്കുന്ന രീതിയിലൊക്കെ, ഇതാണ് ഒരു ടോട്ടൽ 10 നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് വിച്ച് WHO ഹാസ് stipulated to maintain the water quality elsewhere in the world. നമ്പർ 9 നോക്കില്ല, റെസിഡ്യുവൽ ക്ലോറിൻ എന്ന് പറഞ്ഞാണ് നമ്മുടെ നാട്ടിൽ അത് അത്യാവശ്യം വേണ്ട ഒരു കാര്യമാണ്. കാര്യം ഞാൻ ഈ പറഞ്ഞ മൈക്രോബയോളജിക്കൽ കണ്ടമിനേഷൻ ഭയങ്കര കൂടുതലാണ് നമ്മുടെ നാട്ടിലെ വെള്ളത്തിൽ ഏറ്റവും, അതാണ് നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ ഉണ്ടാകുന്നതും ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്പർ 10 ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. മൈക്രോ ഓർഗാനിസം, ടോട്ടൽ കോളിഫോം ആൻഡ് ഈ കോളിഫോം. അപ്പോൾ ഈ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസിൻഫെക്ട് ചെയ്യുന്ന സാധനമാണ് ക്ലോറിൻ. സോ വി ആർ സപ്പോസ് ടു ഡോ സം ക്ലോറിൻ ഇൻ അവർ വാട്ടർ സിസ്റ്റം. നമ്മുടെ കിണറ്റിലെ വെള്ളത്തിലാണെങ്കിലും മൈക്രോബയോളജിക്കൽ കണ്ടാമിനേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന യു വി ഉണ്ട്, ഓസോൺ, അങ്ങനെ ഒരുപാട് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ഇല്ലാതിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരില്ല. കുടിക്കുന്ന വെള്ളത്തിൻ്റെ ഈ TDS വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നീ വെള്ളം കുടിക്കുമ്പോൾ അത്യാവശ്യം ഈ പറയുന്ന ഇപ്പോഴുള്ള ബോട്ടിൽ വാട്ടറിലൊക്കെ എഴുതിയിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട കണ്ടൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ടിപ്പിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഈ സമയത്ത് നമുക്ക് അടിച്ചു നോക്കാം എന്തൊക്കെയാണ് ആ വാട്ടറിൻ്റെ ക്വാളിറ്റി. ഈവൻ ബോട്ടിൽ വാട്ടറൊക്കെ ആണെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് കണ്ടാമിനേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതൊക്കെ അതിൻ്റെതായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് അതിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ നാട്ടിൽ വരണം. അപ്പോൾ ഇതാണ് ഒരു ജനറൽ വാട്ടർ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. ദിസ് ഈസ് മൈ താങ്ക് യു. സോ താങ്ക് യു ടു എവറി വൺ ഫോർ ലിസണിങ് my simple knowledge, and I am very fortunate to share what I learned from my past experience for my industry. I'm very proud of it. It's my passion. Still, I love to do this job as much as I can. Okay. So if you have any questions, you're always welcome. I will try to give an answer within my limited knowledge, sir. Thank you very much. താങ്ക് യു സാർ, വളരെ വണ്ടർഫുൾ. കേരളത്തെ സംബന്ധിച്ചോളം തീർച്ചയായിട്ടും വെള്ളം എന്ന് പറയുന്നത് ഈ രീതിയിലേക്ക് ആയിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചുള്ള നെഗ്ലിയൻസ് വളരെ കൂടുതലാണ്. വളരെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമ്മുടെ ലൈഫിലെ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും ഒക്കെ പോസിറ്റീവായിട്ട് നിൽക്കണമെങ്കിൽ വെള്ളമില്ലാത്ത ഒരു സാധ്യത നമുക്കില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പോകാനുള്ള ഒരു വലിയ അവയർനെസ് തന്നെയാണ്. താങ്ക് യു. ഒത്തിരി കാര്യങ്ങൾ, ചെറുതും വലുതുമായിട്ട് അനേകം കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് സാർ എക്സ്പ്ലെയിൻ ചെയ്തു. തീർച്ചയായും നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. വികാസ് സാർ, വികാസ് സുരേന്ദ്രൻ ഒന്ന് പറയാൻ അഡ്മിറ്റ് ചെയ്യാമോ? നമസ്കാരം, കേൾക്കാമോ സർ? കേൾക്കാം. യെസ്. ആദ്യം സാറിനൊരു വലിയ നന്ദി. കാരണം മനോജ് കുമാർ എന്ന് പറയുന്നത് എന്റെ ചേട്ടനാണ്. ഞാനത് ആളുടെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ നല്ലൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, അപ്പൊ മനോജ് ഇങ്ങനെ പ്രസന്റേഷൻ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നുകൂടാ എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ അങ്ങനെ കണക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നന്മയാണ് സാർ. കാരണം ഒരു യൂട്യൂബിൽ ചാനലിൽ കയറിയാൽ തന്നെ നമുക്കറിയാം എല്ലാവിധ സബ്ജക്റ്റുകളും ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൽ ഏറ്റവും എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരാണ് വന്ന് സംസാരിക്കുന്നത്. അതിനെപ്പറ്റി വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിനെല്ലാം നയിക്കാനായിട്ട് ശക്തനായിട്ട് സാറുണ്ട്. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുപാട് വളരട്ടെ. ആശംസകൾ മാത്രമേ ഇന്ന് പറയാനുള്ളൂ. പിന്നെ പ്രസന്റേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് വെള്ളത്തെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഇന്ന് ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു പ്രസന്റേഷൻ ഫോർമാറ്റിൽ ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ ഒരു പ്രസന്റേഷൻ ഇനി യൂട്യൂബിന്റെ ഒരു സാർ അത് ഷെയർ ചെയ്യുന്നതുകൊണ്ട് തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഞാൻ പരമാവധി ശ്രമിക്കും. നമ്മുടെ പ്ലാറ്റ്ഫോമിന് ഓൾ സാർ. താങ്ക് യു. താങ്ക് യു വികാസ്. സബു സർ, വികാസ് ആണ് സാറിനെ കണക്ട് ചെയ്ത ആള്. താങ്ക് യു വികാസ്. തീർച്ചയായും വളരെ സന്തോഷം. അതുപോലെ തന്നെ അശോക് നായർ. നമസ്തേ സാബു സാറിന് ഒരു വലിയ നമസ്തേ. കാരണം ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാൻ നേരത്തെ തന്നെ കേട്ടിട്ടുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇന്ന് തന്നെ മനോജ് സാർ എന്നോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു ടോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. മനോജ് സാർ ഈ ജലത്തിന്റെ ഒരു എക്സ്പെർട്ട് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരുന്നു.
സാറിന് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജലം എന്ന് പറയുന്നത് നമ്മുടെ വായു പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി സ്കൂൾ തലം മുതൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. H2O എന്നുള്ള പഠനത്തിൽ ഒതുങ്ങുക. 2 H2 മോളിക്യൂൾസും ഒരു ഓക്സിജൻ മോളിക്യൂളും ചേരുമ്പോൾ വെള്ളം ഉണ്ടാകുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വെള്ളത്തിന്റെ പ്രസക്തി എന്താണെന്നും ശുദ്ധജലം എങ്ങനെയാണ് കൂടുതൽ പോഷിപ്പിച്ചെടുക്കേണ്ടതെന്നും ശുദ്ധജലത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന ശാരീരികവും ലോകത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും വാസ്തവത്തിൽ ആരും അവെയർ അല്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ പോലും ഇതൊന്നും ബോധേഡ് അല്ല. നാച്ചുറൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന വായു ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ ജലവും ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്ന് തോന്നി. ഇപ്പോൾ ഇവിടെ മനോജ് സാർ പറഞ്ഞു ഇനി വരാൻ പോകുന്ന യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ജലത്തിനെ കുറിച്ചുള്ളതാണെന്നുള്ളത് ഞാനും വായിച്ചു. അപ്പോ ആ ഒരു അർത്ഥത്തിൽ ഇന്നത്തെ ഈ ക്ലാസ് വളരെ ഒരു PhD ലെവൽ ക്ലാസ് തന്നെ ഞാൻ പറയും. കാരണം എനിക്ക് ജലത്തെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ സശ്രദ്ധം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. പല പോയിന്റ്സ് ഞാൻ ഇവിടെ എഴുതിയെടുക്കുകയും ചെയ്തു. ഞാനിവിടെ ഞാൻ ബാംഗ്ലൂരാണ്. ഞാൻ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ഇവിടെ ഈ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഞങ്ങൾ ഒരു 10 വർഷത്തോളമായി. അതിനുമ്പ് ഇവിടെ ആദ്യം ഈ ഏരിയയിൽ സംഘടിപ്പിച്ചു വെച്ച ഒരു വൺ ഓഫ് ദ ഫസ്റ്റ് അപ്പാർട്ട്മെന്റ് എന്ന് പറയാം. അപ്പൊ അതിന്റെ പ്രയോജനം എന്താണെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽക്കാലം കഴിഞ്ഞ 2 വേനൽക്കാലത്ത് ശരിക്കും ആ ഒരു റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നടത്തിയതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് പൈസ ഔട്ട്സൈഡിൽ നിന്ന് വാട്ടർ ടാങ്കേഴ്സ് വരുത്തുന്നതിൽ നിന്ന് ഞങ്ങൾക്ക് സേവിക്കാൻ പറ്റി എന്നുള്ള ഒരു വലിയൊരു പ്രൂഫ് തന്നെയായിരുന്നു. അപ്പൊ അതിൽ നിന്നും ആ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഒരു സിമ്പിൾ മാറ്റർ സാർ ഇവിടെ മനോജ് സാർ പറഞ്ഞത് അതുപോലും എന്തുമാത്രം മനുഷ്യന് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും ആരും നമ്മുടെ എസ്പെഷ്യലി കേരളത്തില് ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഭൂമിയുടെ ധമനികളാണ് ഈ ജലസ്രോതസ് എന്ന് പറയുന്നത്. അതിനെ എത്രത്തോളം ദുരുപയോഗപ്പെടുത്തി എത്രത്തോളം ലോലമാക്കി മാറ്റിയത് കൊണ്ടാണ് ഇന്നത്തെ നമ്മൾ അനുഭവിക്കുന്ന ഈ പൊട്ടലും അതുമാതിരിയുള്ള ദുരന്തങ്ങളും എല്ലാം. അത് സത്യത്തിൽ നമ്മുടെ ഗവൺമെന്റൊക്കെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. മനോജ് സാറിനൊക്കെ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഈ ഒരു ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും സാറിന്റെ നോളജും അറിവും എല്ലാം നമ്മുടെ കേരളത്തിലെ ജനതയ്ക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള ആശംസയോടുകൂടി സാബു സാറിന് ഒന്നും കൂടെ താങ്ക്സ് പറഞ്ഞുകൊണ്ട് വളരെ നല്ല ടോക്ക് ആയിരുന്നു സർ. താങ്ക് യു വെരി മച്ച്. സത്യത്തില് ഞാൻ മനോജ് സാറിന് പറഞ്ഞു ഒരു ക്ലാസ് കൊണ്ട് നിർത്തരുതെന്നാ. കാരണം എനിക്ക് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല. കാരണം നമ്മുടെ എല്ലാ ക്ലാസ്സുകളും അങ്ങനെയാ. നമ്മളൊരു കണ്ടിന്യൂവേഷൻ എപ്പോഴും ആഗ്രഹിക്കുന്ന തന്നെയല്ല. ഒരൊറ്റ ക്ലാസ്സുകളിലൂടെ സത്യത്തിൽ ഈ കണ്ടന്റ് ഒന്നും ശരിക്കും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി എല്ലാവർക്കും മനസ്സിലാകുന്നവരെ തുടരാം. അതൊരു നല്ല ഒരു സിസ്റ്റം തന്നെയാണ്. ഓക്കെ ഡോക്ടർ ടോമി സാർ പറയൂ. പറഞ്ഞു സാറേ. ഗുഡ് ഈവനിങ് സാർ. മനോജ് സാർ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. വളരെ എനിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അത് ചോദിക്കട്ടെ? ഓക്കെ സാർ. സാറ് പറഞ്ഞു പിന്നെ നമ്മുടെ റെയിൻ വാട്ടർ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ ഇൻ കേരള കണ്ടീഷനിൽ പൊതുവെ റെയിൻ വാട്ടറിന്റെ pH പിന്നെ ലോ ആയിരിക്കും എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കൂടുതലായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് അത് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് അത്ര സേഫ് ആണോ എന്നുള്ള ഒരു സംശയം. രണ്ടാമത്തത് ഞാൻ ഒന്നിച്ച് ചോദിക്കാം, സാറ് ഒന്ന് ചാൻസ് തന്നാൽ മതി. രണ്ടാമത്തത് നമ്മൾ കുളിക്കുന്ന വെള്ളം നമ്മൾ ഇറിഗേഷനായിട്ട് യൂസ് ചെയ്യാവുന്ന സാറ് പറഞ്ഞു. അത് ഇറിഗേഷനായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് സാധാരണഗതിയിൽ സോപ്പിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. അത് സാധാരണഗതിയിൽ ഫൈറ്റോടോക്സിക് അല്ലേ? അത് പിന്നെ പലപ്പോഴും ഞങ്ങളത് സാധാരണ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസ് ചെയ്യാറില്ല. ഡയറക്റ്റ് ആയിട്ട് പിന്നെ നമ്മൾ ബാത്റൂമിലെ വാട്ടർ അതിലെന്തെങ്കിലും ട്രീറ്റ്മെന്റ് സംവിധാനം ഉണ്ടോ, അങ്ങനെ ഇറിഗേഷനായിട്ട് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ട്രീറ്റ് ചെയ്തിട്ടാണോ കൊടുക്കാറ് എന്നുള്ളതിനെ കുറിച്ചും കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. താങ്ക് യു സർ. താങ്ക് യു. സാറ് ചോദിച്ച 2 ക്വസ്റ്റ്യനും റെലവെന്റ് ആണ്. നല്ല ക്വസ്റ്റ്യനാണ് സാറ് ചോദിച്ചത്. ഞാൻ നമ്പർ 1 ക്വസ്റ്റ്യനിലേക്ക് വരാം സാർ. അതിൽ ആദ്യം സാറ് പറഞ്ഞത് നമ്മുടെ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ട് ഫിൽട്രേഷൻ സിസ്റ്റംസ് പല അവൈലബിൾ ആണ്. പല ഫ്ലോട്ടിംഗ് റൊട്ടേറ്റിംഗ് മെക്കാനിസം ഒക്കെ ഉണ്ട്. അതിൻ്റെ സോളിഡ് പാർട്ട് കണ്ടന്റ് ചെയ്യും. സാറ് പറഞ്ഞ pH ലെവല് അതും കറക്റ്റാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മിനിമം ഡോസിൽ അതിന് pH റേസ് ചെയ്യാനുള്ള പല കെമിക്കലും ഉപയോഗിക്കാറുണ്ട്. അതൊരു മിനിമം ഡോസിൽ ഈ 2 കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഈ ഡിസിൻഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗം കൂടെ നമ്മൾ നോക്കണം. അതിന് UV റേസ് എന്ന് പറയുന്ന UV ട്യൂബ് കിട്ടാറുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും സാറ് പറഞ്ഞ ഈ പറഞ്ഞ പോയിന്റ്സ് എല്ലാം വാലിഡ് ആണ്. അതിനൊക്കെ നമുക്ക് അഡ്രസ്സ് ചെയ്യാനും അതിനൊക്കെയുള്ള ഡോസിങ് സിസ്റ്റം ഉണ്ട്.
ഫിസിക്കലായിട്ട് റിവ്യൂ ചെയ്യാനുള്ള എല്ലാം അവൈലബിൾ ആണ്. അതിനുള്ള കേരളത്തിൽ പ്രത്യേകിച്ചും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിനെ കുറിച്ച് അതിൻ്റെ അവയർനെസ് സാറ് പറഞ്ഞ പോലെ കൂടി വരുന്നുണ്ട്. പലരും ഇത് പലയിടത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന സ്പെഷ്യലൈസ്ഡ്, പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. വാട്ടർ ട്രീറ്റ്മെന്റിനെ കുറിച്ച്, വാട്ടറിന്റെ ആ കെയർസിനെ അറിയാവുന്ന പലരും ഇത് വളരെ സിമ്പിളായിട്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്പർ 1ന്റെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നു. സാർ പറഞ്ഞ കറക്റ്റാണ്. അത് നമ്മുടെ ഈ കുളിക്കുന്ന വെള്ളം ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് ആൽക്കലൈൻ പ്രോപ്പർട്ടിയിലേക്ക് പോകും. ആക്ച്വലി അതിനും ഈ ഫിൽട്രേഷൻ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാം. അവിടെ pH കൂടുതലായിരിക്കും. അപ്പോൾ അത് pH കൂടുതലാണെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാനും കെമിക്കൽ ഡോസിങ് മൈനർ ഡോസിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഈ ഡിസിൻഫെക്ഷൻ പാർട്ട് വേണ്ട. ബിക്കോസ് നമ്മളത് കുടിവെള്ളമായിട്ട് അല്ലല്ലോ ഉപയോഗിക്കും. സാറ് പറഞ്ഞ ഇറിഗേഷനോ മറ്റുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം കെമിക്കൽ ഫിസിക്കൽ ആക്ഷനുള്ള ചെറിയ യൂണിറ്റ് ഉണ്ട്. വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. അതൊക്കെ ചെയ്യുന്ന കമ്പനികളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കൺസൾട്ടൻസി ചെയ്യുന്ന കമ്പനികൾ ധാരാളം ഉണ്ട്. അവർക്ക് ഇതിന് കൃത്യമായിട്ട് അവർ വന്നിട്ട് സാമ്പിളൊക്കെ, ഇതിനെല്ലാം ബേസിക്കായിട്ട് വേണ്ട സാർ, ഇത് ചെയ്യുന്നതിന് മുന്നേ എന്ത് ഒരു സൊല്യൂഷൻ പോകുന്നതിന് മുന്നേ നമ്മൾക്കുള്ള, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെയിൻ വാട്ടർ ആണെങ്കിൽ അതിനെ തന്നെ ഒരു സാമ്പിൾ എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഓഫ്, ഞാൻ നേരത്തെ കാണിച്ച കുറേ ലിസ്റ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഉണ്ട്, അത് ഒന്ന് അനലൈസ് ചെയ്ത് ആദ്യം നോക്കണം. ദെൻ പീപ്പിൾ ലൈക്ക് മീ, ഇതിലുള്ള ഈ പ്രോസസ്സ്, വാട്ടർ ട്രീറ്റ്മെന്റ് പ്രോസസ് ഒക്കെ അറിയാവുന്ന ആൾക്കാർക്ക് വി ക്യാൻ അഡ്വൈസ് യു വാട്ട് കൈൻഡ് ഓഫ് സിസ്റ്റം യു നീഡ് ഇൻ യുവർ ഹോം. ഇത് രണ്ടിനും ചെയ്യേണ്ടത് ഇതാണ്. ഒരു വാട്ടർ സാമ്പിൾ എടുത്തിട്ട് ഒരു കെമിക്കൽ ലാബിൽ കൊണ്ടിട്ട് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയിട്ട് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് വേർ വി ആർ, വാട്ട് ആർ ദി പാരാമീറ്റേഴ്സ് റീഡിങ്സ് യു ആർ. അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സാറ് റേസ് ചെയ്ത് ഇതിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ഞാൻ ആൻസർ ചെയ്തോ സാറിന്റെ ക്വസ്റ്റ്യനെ? അപ്പൊ എന്റെ ചോദ്യം, നമുക്ക് ജനറൽ ആയിട്ട് അങ്ങനെ നേരിട്ട് യൂസ് ചെയ്യാം എന്ന് പറയുമ്പം അത് ട്രീറ്റ്മെന്റ് ആവശ്യമുള്ളിടത്തോ ചെയ്തിട്ട് വേണ്ടേ എന്നുള്ളതാണ്. വേണം, തീർച്ചയായിട്ടും വേണം. അത് ഞാൻ അതാണ് ഈ റീയൂസ് പറഞ്ഞതാണ്. വിത്ത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് വി ക്യാൻ റീയൂസ് ഇറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഡോസിംഗ് സിസ്റ്റം ഉണ്ട്. അതെ, കെമിക്കൽ ഡോസ് ചെയ്യാം. കെമിക്കൽ ഡോസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അതെ, അപ്പൊ അത്ര സ്കേഴ്സിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ പറഞ്ഞല്ലോ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇപ്പം കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ സമയത്തെ വേനൽക്കാലം അതൊക്കെ വളരെ കൃത്യമായി. എനിക്ക് പോലും അത് ശരിക്കും ഫീൽ ചെയ്തു. ഡോക്ടർ ശുദ്ധോണ്ടോ? സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമായിരുന്നു. നമ്മൾ വെള്ളത്തിനെ വേണ്ടത്ര ശ്രദ്ധിക്കാറില്ല. അത് യഥേഷ്ടം ടാപ്പിലൂടെ കിട്ടുന്നു, മഴയിലൂടെ കിട്ടുന്നു. പിന്നെ ഇപ്പോൾ ഈ വയനാട്ടിലെ ഇഷ്യൂ ഒക്കെ വന്നപ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിനെ വെറുക്കാനും ഒരു കാര്യമായി. അങ്ങനെയൊക്കെ ആണെങ്കിലും, പക്ഷെ അതിൽ ഈ സാറ് കൊച്ചിയിലല്ലേ താമസിക്കുന്നത്, അപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഹെൽത്ത് ഹസാർഡ്സിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ക്ലോറിനേറ്റഡ് ഡ്രിങ്കിങ് വാട്ടർ. ഈ ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലുകളും പല്ലുകളും ഒക്കെ ദ്രവിച്ചു പോകുന്ന മനുഷ്യരായിട്ട് മലയാളി മാറാൻ പ്രധാന കാരണം ക്ലോറിനേറ്റഡ് വാട്ടറാണ്. കാരണം ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഡ്രിങ്കിങ് വാട്ടറിൽ ഉൾപ്പെടുമ്പോഴത്തേക്ക് ദാറ്റ് വിൽ ഡിസോൾവ് അവർ കാൽസ്യം. അപ്പോൾ അങ്ങനെ വലിയൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ കൊച്ചിയിലൊക്കെ ഈ ക്ലോറിനേറ്റഡ് അല്ലാത്തൊരു വെള്ളം കിട്ടില്ല. ഒന്ന് പിന്നെ ഈ കുപ്പിവെള്ളത്തിൽ മൈക്രോ പ്ലാസ്റ്റിക് ഒരുപാട് തരത്തിൽ ആളുകളെ ഉപദ്രവിക്കുന്നുണ്ട്. പിന്നെ കേരളം ഈ കുളങ്ങളും ഓപ്പൺ വെല്ലൊക്കെ നശിപ്പിച്ച് കളഞ്ഞൊരു പ്രദേശമാണ്. കാരണം ഈ ടാപ്പ് വാട്ടർ എത്തിയപ്പോഴത്തേക്ക് സംഭവിച്ചത് നമ്മുടെ ഈ കിണറുകളിൽ ഒന്നും ഉപയോഗിക്കാതെ അതൊക്കെ ഈ വേസ്റ്റ് ഇടാനുള്ള സംഭവമായിട്ട് മാറി. അതുപോലെ തന്നെ കുളങ്ങളും, ഈ പാലക്കാട് ധാരാളം കുളങ്ങളും അവിടെ വേനൽക്കാലത്ത് അല്ലാത്തപ്പോഴും ഒക്കെ ധാരാളം പേര് ഈ തുണിയും ഒക്കെ ആയിട്ട് വന്ന് കുളക്കടവുകളിൽ തുണി തിരുമ്മി കുളിച്ച് അപ്പോൾ 1000 പേര് വന്ന് കുളിച്ചു പോയാലോ വെള്ളം അവിടെ ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് അത് നല്ല വെള്ളമായിട്ട് കിടക്കായിരുന്നു. ഇതിപ്പോൾ ഓരോ ആളും ടാപ്പ് തുറന്നൊരു കുളി. അപ്പം 6-7 ആളുകളുള്ള അല്ലെങ്കിൽ 4-5 ആളുകൾ കുളിച്ചു കഴിഞ്ഞാൽ തന്നെ ആ വെള്ളം മുഴുവൻ വേസ്റ്റാക്കി പോവുകയാണ്. അപ്പം നമ്മൾ ഈ കുളിമുറിയിലെ വെള്ളം ഈ തെങ്ങിനും വാഴയ്ക്കും ഒക്കെ അത് ഉപയോഗിച്ചുകൊണ്ട്, എൻ്റെ വീട്ടിൽ തന്നെ ഏറ്റവും ധാരാളം നാളികേരം ഉണ്ടാകുന്നത് ഈ കുളിമുറിയിലെ വെള്ളം ഒഴുകി വീഴുന്ന തെങ്ങിൻ്റെ ചോട്ടിലും തഴച്ചു വളരുന്ന വാഴയുള്ളതൊക്കെ ഈ തുണി തിരുമ്പുന്ന അല്ലെങ്കിൽ കുളിമുറിയിലെ വെള്ളം ഒഴുകി വീഴുന്നിടത്തൊക്കെയാണ്. അപ്പോൾ അത് ഈ വെജിറ്റബിൾസിനൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ട്രീറ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. പക്ഷേ ഈ വൃക്ഷങ്ങൾക്കൊക്കെ അത് ഉപയോഗിക്കാമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ സെപ്റ്റിക് ടാങ്കും നമ്മുടെ ഈ ഓപ്പൺ വെല്ലും തമ്മിലുള്ള അകലമൊക്കെ നേരത്തെയൊക്കെ നമ്മൾ പാലിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കേരളത്തിൽ 2 സെൻറ്റിലും 3 സെൻറ്റിലും ഒക്കെ വീട് വന്നപ്പോഴത്തേക്ക് ഈ സെപ്റ്റിക് ടാങ്ക് നമ്മുടെ പൂജാമുറിയുടെ അടിയിൽ വരെ
അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വന്നപ്പോഴത്തേക്ക് ഈ ഡെഫിക്കേറ്റ് ചെയ്യുന്ന ഈ ഇത് മുഴുവൻ കെട്ടി നിർത്തിയിട്ട് ഇതിൻ്റെ സീപ്പേജ് എന്തായാലും നമ്മുടെ ഡ്രിങ്കിങ് വാട്ടർ വരുന്നതുകൊണ്ടാണ് വലിയ തോതിൽ ഈ കോളിഫോം കണ്ടാമിനേഷൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ സാറ് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഈ ക്ലോറിനേറ്റഡ് വെള്ളം കൊണ്ട് കുളിക്കുന്നവർക്കൊക്കെ മുടി കൊഴിച്ചിലുണ്ടാവും. അതിപ്പോൾ ഈ മുടി വളരാനുള്ള എണ്ണകളുടെയൊക്കെ വലിയ പരസ്യം കേരളത്തിൽ നടക്കാൻ കാരണം നമ്മൾ ഈ ക്ലോറിനേറ്റഡ് വെള്ളം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവരുടെയൊക്കെ മുടി കൊഴിഞ്ഞു പോകും. മലയാളി പണ്ട് ഇത്രയും കഷണ്ടിയുള്ളവരായിരുന്നില്ല. പണ്ട് വളരെ നല്ല മുടിയുള്ള മുടിയന്മാരായിട്ടുള്ള മലയാളിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പൈപ്പ് വാട്ടർ വന്നപ്പോഴത്തേക്ക് ട്രീറ്റഡ് വാട്ടർ കുളിക്കാനും ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മിക്കവാറും എല്ലാവരുടെയൊക്കെ മുടി ഒരു പണ്ടൊക്കെ പഞ്ചായത്തിൽ വളരെ കുറച്ച് പേരേ ഉള്ളായിരുന്നു ഈ മുടി ഇല്ലാത്ത ആളുകളും ഒക്കെ. എൻ്റെ നാട്ടിലൊക്കെ ഈ കഷണ്ടി വാസു എന്നൊക്കെ പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തിന് മാത്രമേ ഉള്ളൂ അങ്ങനെ. അതുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെല്ലാം അങ്ങനെ ആയി മാറിയിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളെ എൻ്റെ അമ്മയൊക്കെ പണ്ട് ചെയ്തിരുന്നത് ഈ പറമ്പിൽ മഴയായി കഴിഞ്ഞാൽ ഉടനെ 4 കുറ്റി അടിച്ചിട്ട് ഒരു ഡബിൾ മുണ്ട് എടുത്തിട്ട് അതിൻ്റെ മധ്യത്തിൽ ഒരു കല്ല് കഴുകിയിടുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഈ ചെമ്പുകലമൊക്കെ പിടിച്ച് വെച്ച് നിറച്ചെടുക്കുന്ന ഈ വെള്ളം അത് ഏറ്റവും പ്യുവർ ടാപ്പിംഗ് ഓഫ് റെയിൻ വാട്ടർ എന്നുള്ള രീതിയിൽ യൂസ് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലൊക്കെ അത് പറ്റില്ലെങ്കിൽ പോലും ഈ റെയിൻ വാട്ടർ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നതിന് ഒരു വലിയ പദ്ധതികളൊക്കെ ഉണ്ടാക്കേണ്ടത് അത്യാവശ്യമാണ്. സാർ നേരത്തെ പറഞ്ഞാൽ ഈ നമ്മുടെ പ്ലാനറ്റ് ബ്ലൂ പ്ലാനറ്റായിട്ട് മുകളിൽ നിന്ന് സ്പേസിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത കാരണം 73% വാട്ടറാണ് സർഫസിലുള്ളത്. അതുകൊണ്ടാണ് ദാറ്റ് അപ്പിയേഴ്സ് ഇൻ ബ്ലൂ കളർ. അപ്പോൾ എന്തായാലും ഇറ്റ് വാസ് എ വെരി വെരി ഇൻഫോർമേറ്റീവ് പ്രസൻറ്റേഷൻ. സാർ ഇതിൻ്റെ ഈ 1ാം പാഠമേ ഞങ്ങൾക്ക് തന്നുള്ളൂ, ഫസ്റ്റ് ലെസൺ. വി ആർ എക്സ്പെക്ടിങ് സെക്കൻഡ് ആൻഡ് തേർഡ് ലെസൺസ്. ഈ സമുദ്രത്തിലെ വെള്ളം എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് ഡീസലൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം കേരളത്തിന് 570 കിലോമീറ്റർ സീഷോറുള്ള ഒരു ഏരിയയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ 44 നദികളെയും 32 കായലിനെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡീസലൈനേഷനൊക്കെ കേരളത്തിന് വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇറ്റ് വാസ് എ വെരി ഗുഡ് പ്രസൻറ്റേഷൻ. ഇറ്റ് വാസ് സോ സിമ്പിൾ ബട്ട് ദിറ്റ്സ് ലെസൺ നമ്പർ 1. We shall wait for lesson number 2, 3, 4. Okay, thank you, sir. Okay. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതിനകത്ത് വളരെ ഡോക്ടർ ആയതുകൊണ്ട് ഇത് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒരു കാര്യം മാത്രം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം ഡോക്ടർ. ഇപ്പോൾ ഈ ക്ലോറിൻ റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫ്രം ദ വാട്ടർ ഇൻഡസ്ട്രി. ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡോക്ടർ പറഞ്ഞ ശാരീരികമായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും കാരണം ക്ലോറിൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞ സാർ കുറച്ചുകൂടെ അത് ഡിസിൻഫെക്റ്റൻ്റ് ആണ്. അതൊരു ഓക്സിഡൻറ്റും കൂടി ഇറ്റ് ഹാസ് ഗോട്ട് എ പ്രോപ്പർട്ടീസ് ഓഫ് ടു പ്രോപ്പർട്ടീസ്. ഒരു ഓക്സിഡൻ്റ് ആണ്, അത് ഡിസിൻഫെക്റ്റൻ്റ് ആണ്. നമ്മൾ ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് തന്നെ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സാർ അത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറി അതിൻ്റെ ഡീകമ്പോസിഷൻ അങ്ങനെയാണ്. വാട്ടർ ആൻഡ് ഓക്സിജൻ. അതിനകത്ത് വേറെ ഈ ഡിസിൻഫെക്ഷൻ ബൈ പ്രോഡക്റ്റ് എന്ന് നമ്മുടെ ഭാഷയിൽ പറയും, DBP, ഡിസിൻഫെക്റ്റൻ്റ് ബൈ പ്രോഡക്റ്റ്. കാര്യം ഡോക്ടർ പറഞ്ഞതാണ് ക്ലോറിൻ ഉപയോഗിക്കുമ്പോൾ ഈ അത് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണ് ഈ ക്ലോറിൻ്റെ ഏറ്റവും സിമ്പിൾ ഫോം ഡോക്ടർ, NaOCl എന്ന് പറയും, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ്. ഇറ്റ്സ് 12% അവൈലബിൾ ആണ് അതിനകത്ത് വരുന്നത്. അതാണ് നമ്മുടെ ഈ പൈപ്പ് ലൈൻസിലൊക്കെ ഡോസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറേ അധികം ഈ DBPs ഉണ്ടാകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോഡിയൊക്കെ ബാധിക്കും. അപ്പം ഹൈഡ്രജൻ പെറോക്സൈഡ് ഈ പറയുന്ന ഈ ബൈ പ്രോഡക്ട്സ് ഒന്നുമില്ല ഡിസിൻഫെക്റ്റൻ്റ്. അത് കാരണം എൻ്റെ കമ്പനി അത് ഡെവലപ്പ് ചെയ്തിട്ട് വി ആർ സ്ലോലി ഇംപ്ലിമെൻറ്റിങ് ആൻഡ് റെക്കമെൻഡിങ്. ഇറ്റ്സ് കോൾഡ് അയോണൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് ഡോക്ടർ. ഞാൻ അടുത്ത ഒരു ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ ഡെവലപ്പ് ചെയ്തിട്ട് എൻ്റെ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ എൻ്റെ കെമിക്കൽ ഒരു ലാംഗ്വേജിൽ കൂടെ ഐ ക്യാൻ എക്സ്പ്ലെയിൻ യു. ബട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ്, അയോണൈസ്ഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അയോണൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് സിൽവർ നൈട്രേറ്റ് ഒക്കെ ചേർക്കും. സിൽവർ തന്നെ ഡോക്ടർക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ അതും ഒരു ഡിസിൻഫെക്റ്റൻ്റ് പ്രോപ്പർട്ടി ഉള്ളതാണ്. പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നത് സിൽവർ കപ്പുകളിലായിരുന്നു. അതിൻ്റെ ഒരു ഉദ്ദേശം ഇതായിരുന്നു. സിൽവർ ക്യാൻ ഡിസിൻഫെക്റ്റ് മൈക്രോ ഓർഗാനിസംസ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഡെപ്തിലേക്ക് നമുക്ക് പോയാം. ഡോക്ടർ പറഞ്ഞ എല്ലാ ഫീഡ്ബാക്കിനും താങ്ക് യു വെരി മച്ച്. വി വിൽ ഹാവ് മോർ Sir, that's why the saying born with the silver spoons. നമുക്ക് born with silver cups എന്ന് വേണേ പത്തിരുത്താം. എക്സാക്ട്ലി. യെസ് ഡോക്ടർ. യാ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും ചന്ദ്രകല പൈ എന്തോ സംശയം ചോദിച്ചിരുന്നല്ലോ?
Can unmute? Yes. ബാബു സാറേ, യെസ്. നല്ലൊരു പ്ലാറ്റ്ഫോം സാറിന്റെ ഈ ടോക്ക് ഒത്തിരി പ്രയോജനപ്പെടും. കാരണം നമ്മള് കൊച്ചി എന്ന് പറയുമ്പോ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഇപ്പൊ കൂടി വരും. എസ്പെഷ്യലി ലിവർ ആൻഡ് കിഡ്നീസ് ആണ് കംപ്ലൈന്റ് ഏറ്റവും കൂടുതൽ. അത് മെയിൻ ആയിട്ട് വാട്ടറിലൂടെ പല പല ഇത് ഉള്ളിലേക്ക് കയറുന്നതുകൊണ്ട് ദൈവം തന്നിട്ടുള്ള ആ അരിപ്പ ബ്ലോക്ക് ആവുന്നതുകൊണ്ടുമാണ് ഈ അസുഖങ്ങൾ വരുന്നത്. അപ്പൊ സാറ് മനോജ് സാറ് അതായത് റെയിൻ വാട്ടർ നമ്മൾ സ്റ്റോർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നമുക്ക് ഇത് എത്രത്തോളം പ്രായോഗികമാവും? മാത്രമല്ല 2-3 സെന്റ് ഉള്ള ഈ സ്ഥലങ്ങളിൽ തൊട്ടടുത്തുള്ള സെപ്റ്റിക് ടാങ്ക് നമ്മുടെ കുടിവെള്ളത്തിന്റെ ടാങ്കുമായിട്ട് ഇത് ചെയ്തിരിക്കും. അപ്പൊ സാറ് പറഞ്ഞത് ഒരു വലിയ സാധ്യതയാണ്. സാറ് ഇനിയുള്ള സെഷനിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഞങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞങ്ങളുടെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് കുറച്ചൊക്കെ അടച്ചുപൂട്ടാനൊക്കെ നമുക്ക് പറ്റുമെന്ന് തോന്നുന്നു. സാറിന്റെ വളരെ നല്ല സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സെഷനിലൂടെ തന്നെ കേൾക്കാൻ ആഗ്രഹിക്കും. താങ്ക് യു സർ. തീർച്ചയായിട്ടും. സാർ Thank you, ഒത്തിരി Nira. നന്ദി. Thank you. Thank you, ma'am. Thank you, ma'am. നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് സംസാരിക്കാം. റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിന്റെ അതിന്റെ ഞാൻ എൻ്റെ ആദ്യത്തെ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ അതിന്റെ സ്റ്റോറേജ് ഉണ്ട്, അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സുകളിൽ കൂടെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. താങ്ക് യു. Okay, മോഹൻദാസ് സാർ പറയും. സാറേ നമസ്കാരം. ഇന്ന് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. എന്ന് പറഞ്ഞാൽ പല മേഖലയിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. എല്ലാവർക്കും അവിടേതായ ഒരു അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സാബുസിന് അറിയാം, നമ്മുടെ ആ തിരുക്കുറൾ ക്ലാസ്സില് ദൈവസ്തുതിക്ക് അടുത്തായിട്ട് വന്നതാണ് വർഷ പ്രശസ്തി. മഴ കുറച്ചായിരുന്നു. മഴയും ജലത്തിന്റെ പ്രാധാന്യം, അതിന്റെ ഉപയോഗം, അതിനെ എങ്ങനെ സംരക്ഷിക്കണം, അതില്ലെങ്കിൽ ഉണ്ടാകുന്ന വിപത്തുകളെ കുറിച്ച്. അത് വീണ്ടും 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആ തിരുവള്ളുവർ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ജലം എന്ന് പറയുന്നത് നമുക്ക് ഒരു ആഹാരമായിട്ടാണ് മാറുന്നുണ്ട്, ആഹാരം പാകം ചെയ്യാനായിട്ട് മാറുന്നുണ്ട്, നമ്മുടെ ആ വിഴുപ്പൊക്കെ അലക്കാനായിട്ടുള്ളത് മാറുന്നുണ്ട്, ശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏത് ഭാവത്തിലും ഏത് രൂപത്തിലും അത് നമുക്ക് ഉപകാരപ്പെടുന്നതാണ് ഇത് പറഞ്ഞത്. തീർച്ചയായിട്ടും. യെസ്. Thank you, sir. Okay, then ആർക്കെങ്കിലും ഒക്കെ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം സാർ. ഞാനൊരു കുട്ടനാട്ടുകാരനാണ്. വെള്ളത്താൽ ഓക്കെ സാർ. ചുറ്റപ്പെട്ട ഇടത്തിലാണ്. അതുകൊണ്ട് എനിക്ക് ഈ ക്ലാസ് ഞാൻ വളരെ കൗതുകത്തോടെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ പ്രദേശത്ത് മിക്കവാറും 12 മാസവും ആളുകൾ വെള്ളം വിലയ്ക്ക് വാങ്ങുകയാണ്. ഈ വാങ്ങുന്ന വെള്ളം എത്രമാത്രം ശുദ്ധമാണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും വിലയ്ക്ക് വാങ്ങുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. എന്നാൽ എൻ്റെ വീട്ടിലെ ഒരു 15 കൊല്ലത്തിന് മുകളിലായിട്ട് ഞങ്ങൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അശേഷം അനുഭവിക്കുന്നില്ല. കാരണം ഞങ്ങൾ മഴവെള്ളം സംഭരിച്ചാണ് അത് കൈകാര്യം ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ എല്ലാ കൊല്ലവും വെള്ളം മിച്ചമാണ്. അപ്പൊ ഇപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഈ ക്ലാസ്സിന്റെ ഇടയിലാണ് ഒരു കാര്യം ബോധ്യപ്പെട്ടില്ല. ഇപ്പോഴും അതിന് കൂടുതൽ അതിന് വെളിവാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ടോമി സാറ് ചോദിച്ച ചോദ്യത്തിലൂടെ മഴവെള്ളം ശുദ്ധമാണെന്നുള്ള നിലയിലാണ് നമ്മൾ ഇത്രയും കാലം പരിപൂർണ ശുദ്ധമാണെന്നുള്ള നിലയിൽ അങ്ങ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ അത്യാവശ്യം ഫിൽറ്ററൊക്കെ മിക്കവാറും എല്ലാ കൊല്ലവും തന്നെ വൃത്തിയാക്കുന്നു, അതിനെല്ലാം റീഫിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അത് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലതാണ് എന്നുള്ളൊരു നിലയിൽ ഞങ്ങളത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടനാട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിലും അതിനു മുമ്പുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന പല രീതികളുണ്ടായിരുന്നു. അന്ന് കുളങ്ങളുണ്ടായിരുന്നു. ഉപ്പുവെള്ളമൊക്കെ വരുന്ന കാലഘട്ടത്തിലും വെള്ളം അത്തരത്തിലുള്ള കുളങ്ങളിൽ നിന്ന് ആളുകൾ ശേഖരിച്ച് കുടിച്ചിരുന്നു. പിന്നെ പല രീതിയിൽ മഴവെള്ളം സംഭരിച്ചിരുന്നു. ഇന്ന് ഈ പറയുന്ന റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സിമെന്റ് ടാങ്ക് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ആളുകൾ ഞാൻ കണ്ടിരിക്കുന്ന ഒന്നിപ്പോ ഇവിടെ സുധോധനൻ സാറ് ഡോക്ടർ പിന്നെ
പറഞ്ഞ ഒരു രീതി ഉണ്ട്. അതിന് ഓലി കെട്ടുക എന്നാണ് പറയുന്നത്. തുണി ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ട് ആ ഒരു രീതി. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഈ തെങ്ങിൽ ഓല ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് അത് കെട്ടി വെച്ചിട്ട് ആ ഓലയുടെ തുമ്പിലൂടെ ഇറ്റ് വീഴുന്ന വെള്ളം പിടിക്കുന്ന ചില രീതികളുണ്ട്. പക്ഷെ ഇതൊന്നും ഇപ്പോഴത്തെ ആളുകൾ അതൊന്നും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ വെള്ളക്ഷാമം അനുഭവിക്കുക, ഇതേപോലെ വിലയ്ക്ക് വാങ്ങുന്ന വെള്ളം കുടിക്കുകയും ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ എത്രയോ വെള്ളമാണ് മഴയിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. എന്നാൽ ഇനിയും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഇപ്പോഴും ഈ വെള്ളത്തിന്റെ ഈ പറയുന്ന തരത്തിലുള്ള പ്രാധാന്യം ഏറെ ആളുകളും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. കുറെ പേരൊക്കെ വെള്ളം ഇല്ല എന്നുള്ളതിന്റെ പേരിൽ നാട് വിട്ട് പോയിട്ടുണ്ട്. കാവാലം വിട്ട് അല്ലെ കുട്ടനാട്ടിൽ നിന്നുള്ള വാസം മാറ്റി ചങ്ങനാശ്ശേരിക്കോ പ്രദേശത്തേക്ക് താമസം മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതൊരു പരിഹാരമല്ലല്ലോ. എന്നാൽ ഇവിടെയുള്ള ആളുകൾ ഈ തോട്ടിലെ വെള്ളവും ആറ്റിലെ വെള്ളവും കോരി കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു ശുദ്ധീകരണ പ്രക്രിയ നടത്താതെ അങ്ങനെ സ്വീകരിച്ചിരുന്നു. ഇപ്പോൾ അധികമായിട്ട് ആരും അങ്ങനെ കഴിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നമ്മുടെ ചുറ്റുപാടാരും അങ്ങനെ ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നില്ല. എന്നാൽ മറ്റു നാട്ടിലൊക്കെ കേൾക്കുന്നതിൽ നിന്ന് കൂടുതലായ വലിയ രോഗങ്ങളും ഒന്നും ഇവിടെ കാണുന്നില്ല. വേറൊരു വലിയ ഡേഞ്ചർ ഫാക്ട് ഇവിടെ ഉണ്ട്. കായൽ മേഖലയാണല്ലോ, നെൽവയല്, നെൽപ്പാടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന അതിഭീകരമായ വളപ്രയോഗവും വിഷപ്രയോഗവും നടത്തുന്നതാണ്. ആ വെള്ളമാണ് അടിച്ച് പുറത്തേക്ക് വിടുന്നത്. പിന്നെ ഈ കൊയ്ത്തുകാലം കഴിയുമ്പോൾ താറാവിനെ കൊണ്ടുവന്നിട്ട് താറാവെല്ലാം കൂടെ ഇറങ്ങി അപ്പൊ വാട്ടർ ലെവൽ വെള്ളം താഴെ പോകുന്നൊരു സമയം. ഈ അവസ്ഥയിലൊക്കെ ഇവിടെ കുറെ പേര് ആ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ടും അത്ര വലിയ പകർച്ചവ്യാധി ഒന്നും ഇവിടെ കേട്ടിട്ടുമില്ല. അപ്പൊ ഇതെല്ലാം തമ്മില് ഇതൊക്കെ എന്താണ് എന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റാതെയും വരുന്നുണ്ട്. ഏതായാലും സാറിന്റെ ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആണ്. കുട്ടനാട്ടിലൊക്കെ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ ആളുകൾ കൊണ്ടുവന്നെങ്കിൽ ഇതൊന്നും കാര്യമായ വിജയത്തിനൊന്നും തന്നെ എത്തിയെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. അതുകൊണ്ട് നല്ല ഓർഗനൈസേഷൻസ് കൂടുതൽ അവയർനെസ് ഒക്കെ തന്നെ ഈ കാര്യത്തിൽ നൽകുകയും ആളുകളെ ഇനിയുള്ള കാലത്ത് ഇത് കൂടുതൽ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അത് ഇതുപോലെയുള്ള ക്ലാസ്സും സാറിനെ പോലെയുള്ളവരുടെ സേവനങ്ങളും എഴുത്തിലൂടെയും പറച്ചിലൂടെയും ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലൂടെയും ഒക്കെ അതുണ്ടാകട്ടെ എന്ന് ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാവിധ ഭാവുകങ്ങളും. നന്ദി, സന്തോഷം. താങ്ക് യു സാർ. ശോഭന മാം പറയും. താങ്ക് യു സാബു സാർ. വയനാട്ടിൽ വെള്ളം താണ്ഡവമാടിയത് കണ്ണിൽ നിന്ന് മായുന്നതിന് മുമ്പ് നമ്മുടെ വെള്ളത്തെക്കുറിച്ച് അറിവിന്റെ ഒരു വെള്ളച്ചാട്ടം തന്നെ നമുക്ക് നൽകിയ മനോജ് സാറിന് ഒത്തിരി നന്ദി. കൺഗ്രാജുലേഷൻ സാർ ഫോർ യുവർ ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. എക്സലന്റ്, ഫാന്റാസ്റ്റിക് പ്രസന്റേഷൻ. അപ്പൊ എനിക്കൊരു സംശയമുള്ളത് സാറേ, ഈ മൈക്രോ ബയോളജിക്കൽ ലാബിനെ കുറിച്ച് സാറ് പറഞ്ഞു. അത് സാധാരണ ലാബാണോ അല്ല വ്യത്യസ്തമായതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട്? ശോഭന മാഡം, നമ്മൾ സാധാരണ ഈ വാട്ടർ അനാലിസിസ് ചെയ്യുന്ന മിക്ക ലാബുകളിലും നമ്മുടെ ഈ കേരള പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് KSPCBയുടെ അപ്രൂവലുള്ള A-B-C 3 കാറ്റഗറിയിലുള്ള ലാബുകളുണ്ട്. അവിടെ എയും ബിയും കാറ്റഗറിയുള്ള ലാബുകളിൽ ഈ മൈക്രോബയോളജി ടെസ്റ്റുകൾ ചെയ്യുന്ന ലാബുകളാണ്. അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യാം. അത് PCB ആണ്, കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അപ്രൂവലുള്ള ലബോറട്ടറികളുണ്ട്. മാഡം ഏത് സ്ഥലത്താണ് ഉള്ളത്? അവിടെ കോട്ടയമാണ് സാർ. കോട്ടയത്താണ്. തീർച്ചയായിട്ടും അവിടെ കാണാതിരിക്കില്ല. കോട്ടയത്ത് ഈ പറഞ്ഞ അപ്രൂവലുള്ള ലാബോറട്ടറികളിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഈ മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിലായിരിക്കണം അതിന്റെ സാമ്പിൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലാബിൽ, കോട്ടയത്തുള്ള ലാബുകളാണ് ഏതാണെന്ന് എനിക്ക് ഇപ്പം അറിഞ്ഞുകൂടാ, അതിപ്പോൾ നോക്കിയാൽ നെറ്റിലോ എവിടെയെങ്കിലും നോക്കിയാൽ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ലബോറട്ടറിയിൽ അവർ തന്നെ നമ്മുടെ വീട്ടിൽ വന്ന് എടുക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ലാബിൽ പോയിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ഈ സ്റ്റെറിലൈസ്ഡ് ബോട്ടിൽ തരും. അപ്പോൾ ആ ബോട്ടിലിനകത്ത് വേണം ഈ വെള്ളം കളക്ട് ചെയ്ത് അവരുടെ ലാബിൽ പോയിട്ട്
അത് മൈക്രോബയോളജി ടെസ്റ്റ് 1.5-2 ദിവസത്തോളം എടുക്കുക. കാര്യം അതിനകത്തെ കോളനികൾ മൈക്രോസ്കോപ്പിൽ കൂടെ കൗണ്ട് ചെയ്താണ്. അത് MPN എന്നാണ് അതിൻ്റെ യൂണിറ്റ്. അപ്പം ഈ രീതിയിൽ എടുത്തെങ്കിലേ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. മൈക്രോബയോളജിക്കൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വെള്ളത്തിൻ്റെ ഈ മൈക്രോബയോളജിക്കൽ പാർട്ടിൽ എന്തൊക്കെയാണ്. ഇതിനകത്ത് 0 ആയിരിക്കണം. നമ്മുടെ ആബ്സെൻറ്റും പ്രസന്റ് എന്നുമാണ് അതിൻ്റെ യൂണിറ്റിൽ പറയുന്നത്. ഒരു ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ ആബ്സെന്റ്, 0 അങ്ങനത്തെ വെള്ളമാണ് കുടിക്കുന്നത്. അഥവാ സാർ ഇത് പുതിയ ഇതനുസരിച്ച് ഈക്കോളിയൊക്കെ ഏകദേശം 500 വരെയൊക്കെ ആകാമെന്നൊക്കെ ഇങ്ങനെ പുതിയ ഒരു ഇത് കണ്ടിരുന്നു. അത് ശരിയാണോ? ഇല്ല, ഒട്ടും ശരിയല്ല സാർ. ഈ കോളയൊന്നും 500 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പോലുള്ള അതിഭീകരമായ വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടാകും. എന്നുവെച്ചാൽ 1000-ലൊക്കെ കൂടുതലാണ്, അതുകൊണ്ടായിരിക്കും 500 കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്താണെന്ന് അറിയാം സാബു സാർ, ആക്ച്വലി നമ്മുടെ ഈ ബോഡിയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ ഉണ്ട് ഇതുമായിട്ട് സാർ താതാത്മ്യപ്പെട്ട് കഴിഞ്ഞാൽ അതാണ് കണ്ടീഷൻഡ് ആയിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് ചെറിയ ചെറിയ ഈ പറഞ്ഞ പോലെ ചില്ലറ കേസുകളൊന്നും പിടിക്കാതിരിക്കുന്നത്. പക്ഷെ കുട്ടികളും ജോഷി സാർ എന്തോ ഇടയ്ക്ക് പറഞ്ഞില്ല സാർ. ജോഷി സാർ പറഞ്ഞത് പറയൂ സാർ. ഇടയ്ക്ക് പിന്നെ ഇപ്പൊ ഇതിന്റെ ആദ്യം ഞങ്ങളെ കുട്ടനാട്ടുകാരൊക്കെ ഇമ്മ്യൂൺ ആയവരാന്നാണ് എന്റെ ഒരു തോന്നല് വന്നത്. മറ്റേ ആ ടീച്ചറ് മറ്റേ ചോദിച്ച കോട്ടയത്ത് എവിടെ പരിശോധിക്കുമെന്ന് ചോദിച്ചാൽ MG യൂണിവേഴ്സിറ്റിയിൽ നോക്കും. അവിടെ ഒരു മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവര് നോക്കും. കോട്ടയം ടൗണിലുണ്ട് സാർ, കോട്ടയം ടൗണിലുണ്ട്, അമ്പലത്തിന്റെ തൊട്ടടുത്ത്. പിന്നെ ഫ്ലാറ്റിൽ ചെക്ക് ചെയ്യാം. തുരുത്തിയിൽ H2O എന്ന് പറഞ്ഞോണ്ട് തുരുത്തി ആ പള്ളിയുടെ അടുത്ത് തന്നെയുണ്ട്. ഓക്കെ, റോയ് സാർ ഒന്ന് പറയും. റോയ് സാർ പറഞ്ഞിട്ട് ജോർജ് സാർ പറയാവേ. റോയ് സാർ. ഞാൻ ഈ ജലനിധി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഈ വാട്ടറിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അതിലുപരി കൂടുതൽ കാര്യങ്ങൾ മനോജ് കുമാർ സാറിൻ്റെ ഈ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ പൊതുവെ ഒരു ഡൗട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ വേൾഡ് ബാങ്കിന്റെ സ്കീമാണല്ലോ ജലനിധി. അപ്പൊ അവർ പറയുന്ന ഈ കിണറുകളൊക്കെ മൂടിയിടണം എന്നാണ് പറയുന്നത്. പക്ഷെ അത് പബ്ലിക്കിന്റെ ഇടയിൽ അത് ഇട്ട് കഴിഞ്ഞാൽ അകത്ത് ഇതൊന്നും ഉണ്ടാവുകയില്ല എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. പബ്ലിക്കിന്റെ ഇടയിൽ നിന്നുള്ള ഒരു അമർഷം എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം ഏറ്റില്ലെങ്കിൽ വെള്ളം കൊള്ളുകയില്ല ഒന്ന്. 2, അകത്ത് ഈ ചെടികളൊക്കെ ഇച്ചിരി വളർത്തുന്നത് നല്ലതാണ്, അപ്പോൾ വെള്ളത്തിൽ ഓക്സിജനേഷൻ നടക്കും എന്ന് പറയുന്നു അവർ. ഇതിന് ടെക്നിക്കലായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ അവരതിനു വേണ്ടി ഡിനേ ചെയ്യും, ഇങ്ങനെ മൂടിയിടണം എന്നൊക്കെ പറയുമ്പോൾ. അതിനെക്കുറിച്ച് എനിക്കൊരു ഡൗട്ട് ഇപ്പോഴും ഉണ്ടാകും കാര്യത്തിൽ. കാരണം ആധികാരികമായിട്ട് ആരും ചോദിക്കാനില്ല. ഇത് കുറേ ലീഫ്ലെറ്റ് തന്നിരിക്കുക ജനങ്ങളെ ബോധവൽക്കരിക്കുക, നമുക്ക് സംശയം ചോദിക്കാനുള്ള വകുപ്പുകളില്ല. അപ്പോൾ ഏതായാലും സാറിനെ പോലെയുള്ള ഒരു ആളെ ഇതുമായിട്ട് ഈ ഒരു വേദിയിൽ കിട്ടിയത് കൊണ്ട് തുടർന്നും ബാക്കി കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന അവസരങ്ങൾ ഉണ്ടാകും എന്നെനിക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. താങ്ക് യു സാർ. ഇതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു റോയ് സാർ. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളും അല്ലാതെ നമുക്ക് ഇങ്ങനെയുള്ള വിവരങ്ങൾ നമുക്കറിയാവുന്ന ഷെയറിങ് നോളജ് എന്നാണല്ലോ പറയുന്നത് സാർ. തീർച്ചയായിട്ടും അത് ഇതുപോലുള്ള പ്ലാറ്റ്ഫോം സാബു സാറിനെ പോലുള്ള ആൾക്കാർ ചെയ്യുന്ന വലിയ ഒരു സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെ പറയേണ്ടി വരും. സാറ് പറഞ്ഞ കാര്യം ഈ ഡിസോൾവ് ഓക്സിജൻ എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ് ഉണ്ട് സാർ. റോയ് സാർ പറഞ്ഞ വളരെ കറക്റ്റാണ്. DO എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോൾ ഈ ഡിസോൾവ് ഓക്സിജൻ സാർ കുറയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ കായലിലും പുഴകളിലും ഒക്കെ മത്സ്യം ചത്തൊടുങ്ങുന്നതിൻ്റെ മെയിൻ കാര്യം സാർ ഡിസോൾവ് ഓക്സിജൻ കുറയുമ്പോഴാണ്. ഈ ഡിസോൾവൻ കുറയാനുള്ള കാര്യം സാർ മറ്റൊന്നുമല്ല, പൊല്യൂഷൻ. നമ്മൾ ഈ കെമിക്കൽ ട്രേഡും ഈ നേരത്തെ ജോഷി സാറ് പറഞ്ഞ ഈ ഫെർട്ടിലൈസർ ഇതെല്ലാം ഉണ്ടല്ലോ, ഈ അക്വാട്ടിക് ലൈഫിന് ഇതൊന്നും വളരെ ചെറിയ ഡോസിൽ പോലും താങ്ങാൻ പറ്റുന്ന കാര്യമല്ല. മറൈൻ ലൈഫ്, അക്വാട്ടിക് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ റോയ് സാർ നമ്മൾ ഭൂമിയുടെ മേലെ കാണുന്നതിനേക്കാളും 10 times 20 times കൂടുതലാണ്. അറിയാമായിരിക്കുമല്ലോ. നമ്മൾ കാണുന്ന മത്സ്യങ്ങൾ മാത്രമല്ല, എന്തോരം ആവാസ വ്യവസ്ഥകൾ അതിനെല്ലാം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്നതാണ് ഈ പറയുന്ന. അപ്പോൾ അതിനെല്ലാം നമ്മൾ സാർ ഇപ്പം മീനുകൾക്കൊക്കെ പോലും അതും ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ. സോ ദ ഫിഷ് ഓൾസോ നീഡ് ഡിസോൾവ് ഓക്സിജൻ. അപ്പം നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ എന്ന് പറയുന്ന മാതിരി തന്നെ ഓക്സിജൻ വെള്ളത്തിൽ ഡിസോൾവ് ആയിട്ടാണ് കിടക്കുന്നത്.
സാർ അതിനൊരു ലെവല് പോലുണ്ട്. മിനിമം 3 to 5 milligrams per ലിറ്റർ ഡിസോൾവ് ഓക്സിജൻ വേണം ഈ അക്വാട്ടിക് ലൈഫിന്, എസ്പെഷ്യലി ഫോർ ഈ പറയുന്ന മീനുകൾ, മറ്റുള്ള എല്ലാത്തിനും വേണം. കാര്യം അതെല്ലാം ഈ ജീവജാലങ്ങളാണല്ലോ സാർ. അപ്പം ഈ ഡിയോയുടെ ലെവല് വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. സാറ് പറഞ്ഞ ഈ കിണറിൻ്റെ കാര്യം പറഞ്ഞാണ്. കിണർ മൂടുന്നതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ വൃക്ഷങ്ങളൊക്കെ ധാരാളം ഉള്ള കാരണം ഇലകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ വീഴാതിരിക്കാൻ വേണ്ടിയാണ്. അതൊരു നെറ്റ്, കുറെ വലിപ്പമുള്ള നെറ്റൊക്കെ ഇട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഇലകൾ വീഴുന്നത് ഒരു ഇതാവും. നേരത്തെ പറഞ്ഞ സാറ് ഈ കിണറിലേത് സൂര്യപ്രകാശം കിട്ടുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കിണറിലെ വെള്ളത്തിന് നല്ലത്. അത് യാതൊരു ഡൗട്ടും ഇല്ല. അതുകൊണ്ടാണ് കിണറിൻ്റെയൊക്കെ സ്ഥാനം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഏറ്റവും നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കിണറിൻ്റെ സ്ഥാനം കണ്ട് അതിനെക്കുറിച്ച് വിവരമുള്ളവരുണ്ടായിരുന്നു. ഭൂമിയുടെ അടിയിൽ എവിടെ വെള്ളം ഉണ്ടെന്ന് വരെ കൃത്യമായിട്ട് ഇവിടെ കുത്താൻ പറഞ്ഞാൽ അതിന് നമ്മുടെ പണ്ടത്തെ കാലത്തൊക്കെ ഉള്ള അറിവുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ ആ ശാസ്ത്രബോധവും ഭൂമിയെക്കുറിച്ചും വെള്ളത്തെക്കുറിച്ചുള്ള ബോധമൊക്കെ ആ ലെവലിലാണ്. അവിടുന്ന് വലിയ ഒരുപക്ഷെ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഒന്നും ഉള്ളവരായിരിക്കില്ല, പക്ഷേ അവരുടെ കാൽക്കുലേഷനും അറിവും നോളജും ഒക്കെ വലുതായിരുന്നു. അതുകൊണ്ട് ഈ പറയുന്ന കിണറിൻ്റെ കാര്യം പറഞ്ഞ അതിന് നമുക്ക് അതിനുള്ള സംവിധാനം ഉണ്ടാക്കാം. കിണർ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഇടയ്ക്കൊന്ന് ഡിസിൻഫെക്ട് ചെയ്ത് കൊടുക്കണം. അതിനകത്ത് ഒരുപാട് മൂവ്മെന്റ് ഉണ്ടാക്കണം അല്ലെ, ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം. അതെ, ഒരു മൂവ്മെന്റ് ഉണ്ടാക്കണം. അത് വളരെ നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിണർ തേകുക, പിന്നെ ചുറ്റിനും കിണറിനെ തന്നെ ഒന്ന് സംരക്ഷിക്കുന്ന ഒരു പല പരിപാടികൾ പണ്ട് മുതലേ ഉണ്ടല്ലോ. എല്ലാ വർഷവും കിണർ തേകുക, ഇച്ചിരി കുമ്മായി അടിക്കുക, ഇതൊക്കെ കിണറിനെയും നല്ല ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇപ്പം റോയ് സാർ പറഞ്ഞ കാര്യത്തിന് ഏതെങ്കിലും തരത്തിൽ നമ്മുടേതായിട്ടുള്ള എന്ത് സഹായവും അല്ലെങ്കിൽ ഇതുള്ള നോളജിനോ അല്ലെങ്കിൽ ടെക്നോളജിയോ ആ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഏത് തരത്തിൽ നമ്മുടെ അറിവിൻ്റെ ലിമിറ്റിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഏത് സമയത്തും. ദൂരെയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കാലം നമ്മളൊക്കെ ഇലക്ട്രോണിക്കലി കണക്റ്റഡ് ആണല്ലോ സാർ. സോ വി ക്യാൻ എക്സ്ചേഞ്ച് ഐഡിയാസ്, വി ക്യാൻ അഡ്രസ് ദ ഇഷ്യൂസ് എനി ടൈം, നോ പ്രോബ്ലം സാർ. Yes, sir. Thank you. sir. Hi, thank you, sir. മനോകുമാർ സാർ, അഭിനന്ദനങ്ങൾ ആത്മാർത്ഥമായി അറിയിക്കുന്നു. സാറേ, സിനിമാ ലോകവും കായിക ലോകവുമായിട്ട് ഏതാണ്ടൊക്കെ ബന്ധമുണ്ടെന്നുള്ള വിധത്തിൽ കേട്ടത് അറിഞ്ഞ ഒരാള്. അങ്ങനെയാണ് എന്റെ മനസ്സിൽ ഇവിടെ നിൽക്കുന്ന ഏതോ ഗായകരുടെ ഒരു പ്രതിനിധിയാണ് ഇപ്പൊ ഇവിടെ സാബു സാറിന്റെ പ്ലാറ്റ്ഫോമിൽ വരാറുള്ളത്. അതിൽ കൂടുതൽ അറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് സത്യത്തിൽ ആ ജീവജലത്തിന്റെ ആഴങ്ങളിലേക്ക് സാറ് കൊണ്ടുപോയി. വളരെ ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും മറക്കുന്നതും ലെവലേശം അതിനു വേണ്ടി ഒരു പെർസെന്റ് പോലും ഒരു ഗൗരവം കൊടുക്കാത്ത ഒരു വിഷയം. പക്ഷെ ഇല്ലാതെ ഒരു ദിവസം ഒരു മനുഷ്യനും ജീവിക്കാനും കഴിയുന്നതല്ലല്ലോ. ഇപ്പോ ഈ കണ്ട മഴക്കാലവും ഈ കോലാഹലവും ഒക്കെ കഴിഞ്ഞ് അടുത്ത മാസം അല്ലെങ്കിൽ പിറ്റേ മാസം ആകുമ്പോഴേക്കും നമ്മൾ വരൾച്ച, അയ്യോ വെള്ളമില്ലായേ എന്ന് പറയുന്നതാണ്. കേരളത്തിലെ 950 പഞ്ചായത്തിൽ ഒരു 800 പഞ്ചായത്തെങ്കിലും അങ്ങനെ പറയുന്ന ഒരു സ്ഥിതിവിശേഷം. നമ്മുടെ കൊതുകിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി പണം ചെലവഴിക്കുന്ന പോലെ തന്നെ കുടിവെള്ളത്തിന് വേണ്ടി പണം ചെലവഴിക്കാൻ നമ്മുടെ ഭരണാധികാരികൾക്ക് ഒരു നല്ല വകുപ്പാണ്. അത് പരമദയനീയമാണ്, പറയാതിരിക്കാൻ വയ്യ. പണ്ടത്തെ സ്ഥിതിവിശേഷം ഞാൻ ഓർക്കുന്നു. കിണറുകളിലും കുളങ്ങളിലും തിലാവ് എന്ന് പറഞ്ഞ ഒരു ഉപകരണം കെട്ടി താഴ്ത്തി വെള്ളം കോരി ഒഴിച്ച് കൃഷി ചെയ്തിരുന്ന ഒരു കാലം. അക്കാലങ്ങളിൽ ചുരുങ്ങിയത് ഒരു ഭൂകൃഷി ചെയ്യുന്ന നിലത്ത് 2-2.5-3 മാസത്തോളം വെള്ളം കെട്ടി നിർത്തി ഭൂമിയിലേക്ക് ഇറങ്ങാൻ അവസരം കൊടുക്കും. അങ്ങനെ നെൽകൃഷി 3 ഭൂ കൃഷി ചെയ്യുമ്പോൾ അതിവിസ്തൃതമായ പ്രദേശങ്ങളിലൂടെ ഈ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുമായിരുന്നു. ഭൂമിയിലെ വെള്ളം കീഴോട്ട് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് പ്രകൃതി നമുക്ക് തന്ന സംഭാവനയാണ് മണ്ണിര. അവർ ഭൂമിയുടെ സിറിഞ്ചായിരുന്നു എന്ന് പറയണേ. ചൂടേൽക്കുമ്പോൾ അവർ കീഴോട്ട് ഇറങ്ങും, ചൂട് കുറഞ്ഞു കഴിയുമ്പോൾ അവർ മേലോട്ട് കയറും. ഇങ്ങനെ മണ്ണിൽ കീഴോട്ടും മേലോട്ടും നടന്ന് ഇങ്ങനെ മണ്ണിരകൾ നമ്മളെ സഹായിച്ചിരുന്നു, നിലനിർത്തിയിരുന്നു. പക്ഷേ നമുക്കിടെ അത്യാഗ്രഹം അത് എവിടെ തെറ്റിദ്ധരിച്ചു എന്നറിയില്ല. സാധാരണക്കാരനല്ല, മേലെ തലങ്ങളിൽ നിന്ന് മറ്റേ വ്യാവസായിക വളർച്ചയുടെ ഭാഗമായി ഉണ്ടാക്കിയ
ശാസ്ത്രത്തിന്റെ ഫലം അതിവിപുലമായ അതികഠിനമായ മാരകമായ കീടനാശിനി പ്രയോഗം കൊണ്ടുവന്നു. അതുപോലെ തന്നെ രാസവള പ്രയോഗം കൊണ്ടുവന്നു. ഒരൊറ്റ മണ്ണിര പോലും ഭൂമിയിൽ ഇല്ലാതായിരുന്ന പോലെ ആ സ്ഥിതിശേഷം വന്നു. കൃഷി നിർത്തി, ഇതിനെ നശിപ്പിക്കുകയും ചെയ്തു, കൃഷി നിർത്തി. അപ്പോൾ ഫലത്തിലുണ്ടായത് എന്ന് വെച്ചാൽ ചുരുങ്ങിയത് ഒരേക്കർ പ്രദേശത്ത് ഒരു 5-10 കുളങ്ങളെങ്കിലും ഉണ്ടാകുമായിരുന്നു കൃഷി ചെയ്യുന്നിടത്ത്. അതെല്ലാം മൂടി നിലവിലുള്ള തലമുറയിലുള്ള കുട്ടികൾക്ക് നീന്തലും അറിയില്ല. അതിൻ്റെ കെടുതികളൊക്കെ വേറെ. ഈ ഭൂഗർഭ ജലനിരപ്പ് വളരെ താണുപോയി. പ്രകൃതി എല്ലാ വിധത്തിലും അതുപോലെ തന്നെയാണല്ലോ മലകളും കുന്നുകളും എല്ലാം ഇടിച്ചു നിരത്തി തകർത്തത്. ഇതൊക്കെ തീർത്താൽ തീരാത്ത കെടുതികളാണ് വരുത്തി വയ്ക്കാൻ പോകുന്നത്. ഇവര് വഴിയോരങ്ങളിലിരുന്ന് ചിലപ്പോൾ പാടുമായിരുന്നില്ലേ നമ്മുടെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരോ ഒക്കെ, ഇനി ഒരു തലമുറ ഇവിടെ ജീവിക്കാൻ അവസരം കിട്ടുമോ, അവർക്ക് ഇവിടെ ജീവിക്കാൻ സാധ്യമാണോ എന്നൊക്കെ ചോദിച്ച് പാടുമ്പോൾ അന്നൊന്നും അത്ര മതിപ്പ് തോന്നിയിരുന്നെങ്കിലും എത്രയോ സത്യമായിരുന്നു അവര് പറഞ്ഞ്. ഇനി ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ എന്നൊക്കെ ചോദിച്ച് പാടിയിരുന്നു. അന്നന്ന് അവരെ പുച്ഛിച്ചല്ലാതെ നമ്മളൊന്നും കണ്ണു തുറക്കാനോ ഇതിൽ കാര്യമുണ്ടെന്ന് കരുതാനോ ചിന്തിച്ചില്ല. സാറിന്ന് പറയുമ്പോൾ ഈ മഴവെള്ള സംഭരണത്തെ കുറിച്ച് ഞാൻ സാറേ ഇങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ട്. ഉപ്പുവെള്ളം കൂടുതൽ വരുന്ന ഒരു പ്രദേശത്ത് പൈപ്പുകൾ ഇങ്ങനെ അടിച്ച് ചാഴ്ത്തി അതിന്റെ അടിഭാഗത്തൊക്കെ ദ്വാരങ്ങളിടും. എന്നിട്ട് ഈ മഴവെള്ളം പരമാവധി സംഭരിച്ച് ഇതിലേക്ക് ഒഴുക്കി ഉപ്പുവെള്ളത്തെ ഭൂമിയിലെ ഉൾഭാഗത്ത് ഇങ്ങനെ തള്ളി മാറ്റുമായിരുന്നു. അപ്പൊ അവർക്ക് കിട്ടുന്ന ആദ്യം ഒക്കെ ഇങ്ങനെ ഉപ്പിന്റെ അംശം കുറഞ്ഞ നല്ല വെള്ളം കിട്ടും. വളരെ വേനൽ വന്ന് കുറെ വൈകി കഴിയുമ്പോഴേക്കുമാണ് ഉപ്പുവെള്ളത്തിന്റെ അളവ് കൂട്ടുന്നത് എന്നിങ്ങനെ പറഞ്ഞ ഒരു ക്ലാസ് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് പറയാൻ എനിക്കറിയില്ല. പറഞ്ഞത് ഇങ്ങനെ അപ്പോൾ ഓർക്കുന്നത്, സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്. എന്തായാലും സാറേ അത്യുപകാരപ്പെട്ട ഒരു ക്ലാസ്സാണ്. ഇനിയും ഇത് തുടർച്ചയായിട്ട് വേണം, പല ക്ലാസ്സുകൾ വേണം പല സന്ദർഭത്തിൽ. കാരണം ഇന്ന് സാറ് പറഞ്ഞ കാര്യം ഇന്ന് ഞാൻ കേട്ട് ഉൾക്കൊള്ളുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ല നിലയിൽ നാളെ ഉൾക്കൊള്ളാൻ എനിക്ക് ചിലപ്പോൾ എൻ്റെ മനോനില അതിന് സഹായിച്ചാലും അങ്ങനെയാണല്ലോ എല്ലാ കാര്യവും. അതെ, നമ്മൾ പുസ്തകം രണ്ടാമത് വായിക്കുമ്പോഴാണ് നമുക്ക് ആദ്യം വായിച്ച ഈ പുസ്തകം തന്നെയാണോ, ഇത്രയും കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ തോന്നുന്ന പോലെ തന്നെ. സാറേ ഒത്തിരി സന്തോഷത്തോടെ നന്ദിയോടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? ആഷ് ഉണ്ട്, ദീപ, എനിബഡി, സ്നേഹലത മാം, ആർക്കെങ്കിലും, അജിത, ആർക്കെങ്കിലും എന്തെങ്കിലും? അബ്ദുൾ റഹീം സാർ, നമ്മൾ വെള്ളത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. വെള്ളം നമ്മുടെ ജീവജലമാണ്. എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് അല്ലെ, ട്രിക്കുകളൊക്കെ ഉപയോഗിച്ച് അത് ചെയ്യും. സാറേ ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ, ലേറ്റ് ആയെങ്കിലും. ബോട്ടിൽ വാട്ടർ ആണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നു. സത്യത്തിൽ ബോട്ടിൽ വാട്ടർ എന്തെങ്കിലും ആൽക്കലിനിറ്റി എല്ലാം കൂട്ടിയിട്ട് ചെയ്യുന്നതാണോ അതോ നാച്ചുറൽ വാട്ടർ ആണോ? എങ്ങനെയാണ് ഇത്ര ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്? എന്താണ് അതിന്റെ ഒരു സൂത്രം? സാബു സാർ, ഞാൻ വേറൊരു സ്ലൈഡ് ഇത് മിസ്സായോ ഞാൻ നോക്കുമായിരുന്നു. ഇല്ല, ആയിട്ടില്ല. നോ പ്രോബ്ലം സാർ. ഞാൻ പറഞ്ഞു വന്നത് സാർ കട്ടായോ സാർ? ഇല്ല, പറയൂ വേഗം. സാർ, ഈ ബോട്ടിൽ വാട്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ അതിൻ്റെ സോഴ്സ് ഉണ്ടല്ലോ സാറ്, ഈ ബോട്ടിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ ആ സോഴ്സ് അത് എവിടുന്നാണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിനകത്ത് വേണ്ട ട്രീറ്റ്മെൻറ്റ് വേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ സാർ. അപ്പോൾ ചിലപ്പം നമ്മുടെ നാട്ടിലിപ്പം കുറേ കാലത്തിന് മുന്നേ കിട്ടുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇറക്കിയ ഒരു ബോട്ടിൽ വാട്ടർ കമ്പനി, അതിൻ്റെ പേര് ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല. പിൽക്കാലങ്ങളിൽ അവരുടെ വെള്ളത്തിൽ പോലും ഈ പറയുന്ന പിന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഈ വെള്ളത്തിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ ഈ നമ്മുടെ കണ്ണുകളെ കൊണ്ട് കാണുന്നുള്ളല്ലോ സാബു സാറേ. അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് വെള്ളം ക്ലീൻ ആണെന്ന് തോന്നുമെങ്കിലും മറ്റുള്ള അതിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് അറിയാൻ അതൊരു ലബോറട്ടറി അനാലിസിസിൽ കൂടെ മാത്രമേ സാധിക്കൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആ വെള്ളത്തിൽ പോലും നമുക്ക് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അവരുടെ ബോട്ടിൽ വാട്ടറിൽ അവിടെ വെള്ളത്തിന്റെ എല്ലാം എഴുതിയിട്ടുണ്ട്, pH അടക്കം, അതിനകത്ത് TDS അടക്കം, ബാക്കിയുള്ള അതിനകത്തെ കമ്പോണൻസും എല്ലാം കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇത് കാണുമ്പോൾ നമുക്ക് വെള്ളം പിന്നെ ക്ലീൻ ആണെന്ന് തോന്നും, ഒരുപക്ഷെ കുടിക്കുമ്പോഴും തോന്നുമെങ്കിലും
അതിനകത്തുള്ള മറ്റ് ഇമ്പ്യൂരിറ്റീസ് എന്തെങ്കിലും ഉണ്ടോ, അത് ഏത് ലെവലിലാണെന്നുള്ള ഒരു ലബോറട്ടറി അനാലിസിസിൽ കൂടെ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ സാർ. അതാണ് എൻ്റെ ഒരു കാര്യം. പ്രത്യേകിച്ചും ഈ മൈക്രോബയോളജി ടെസ്റ്റ് ചെയ്യുന്നത് പോലും വളരെ നല്ലതായിരിക്കും. ഇന്ന് നമ്മുടെ വീടുകളിലെ സാർ നേരത്തെ പറഞ്ഞു അവിടെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഈ ഈ സാധാരണ ഒരുമാതിരി വെള്ളങ്ങളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഒക്കെ അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. പക്ഷേ നേരത്തെ ഡോക്ടറും ഒക്കെ പറഞ്ഞ മാതിരി ഓവർ ദ പീരീഡ് ഓഫ് ടൈം ഇറ്റ് മേ ഹാവ് സം കൈൻഡ് ഓഫ് നമുക്ക് അങ്ങനെയുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാം. പ്രത്യേകിച്ച് ഇത് മാത്രമേ ഉള്ളൂ, ഏറ്റവും സൂക്ഷിക്കേണ്ട ഘടകം ഇത് മാത്രം ആണെന്നാണ് ഈ ബോട്ടിൽ വാട്ടർ ആണെങ്കിലും ഉള്ളത്. അത് ഈ ബോട്ടിൽ വാട്ടർ സാറെ 2 പ്രോസസ്സ് ഉണ്ട് അതിനകത്തെ മൈക്രോബയോളജിക്കൽ അവർ ചെയ്യുന്ന പ്രോസസ്സ്. ഒന്ന് ഓസോൺ എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, ഓസോൺ O3. പിന്നെ റിവേഴ്സ് ഓസ്മോസിസ്, മൈക്രോൺ ഫിൽറ്റർ, UV ട്രീറ്റ്മെന്റ് ആൻഡ് ഓസോൺ കറക്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഓസോണും UV അത് രണ്ടും ഉണ്ടെങ്കിൽ സാർ അത് ഡബിൾ പ്രൊട്ടക്ഷൻ ആണ്. ഓസോൺ കറക്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞത്. ഓസോൺ ട്രീറ്റ്മെന്റ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നത് മൈക്രോബയോളജിക്കൽ ഇൻഫെക്ഷന് വേണ്ടിയിട്ടാണ്. അത് ഇപ്പം സാറ് ഈ ലേബൽ വായിച്ചിട്ട് UVയുടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഒരു മൈക്രോ ലെവലിൽ ഒന്നുകൂടെ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടാകാനായിട്ട് സാധ്യതയില്ല. കാര്യം ഇപ്പം ഇതൊക്കെയും ഈ ബോട്ടിൽ വാട്ടറൊക്കെയും നമ്മുടെ നാട്ടിലെ ക്വാളിറ്റി സിസ്റ്റങ്ങളും നമ്മുടെ നാട്ടിൽ അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഉള്ള കാരണം അവരുടെ നിരന്തരമായിട്ടുള്ള മോണിറ്ററിംഗിലായിരിക്കും ഇത് ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ മിക്കവാറും എല്ലാ ബോട്ടിൽ വാട്ടർ ഏതെങ്കിലും പുഴയുടെ അടുത്തായിരിക്കും. ഞാൻ അതാണ് സാർ പറഞ്ഞത്, അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ സോഴ്സ് എവിടെ നിന്നാണ്. പിന്നെ സാർ ഈ റിവേഴ്സ് ഓസ്മോസിസ് സാർ പറഞ്ഞല്ലോ. ആക്ച്വലി ഇപ്പോൾ ഈ റിവേഴ്സ് ഓസ്മോസിസ് മെംബ്രെയിൻസിനും അതിനും ഈ പറയുന്ന ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, അമീബ, ഫംഗി തുടങ്ങിയ ഈ മൈക്രോ ഓർഗാനിസിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. ശരിക്കും RO പ്ലാന്റിന്റെ പ്രോസസ്സ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെ ഉണ്ട്. അത് ബാരിയറാണ്, മൈക്രോ ഓർഗാനിസിന് ബാരിയറാണ് ഈ പറയുന്ന റിവേഴ്സ് ഓസ്മോസിസ് മെംബ്രെയിൻ ആണ്. അതിന്റെ പോർ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ സാറേ 0.001 മൈക്രോൺസ് ആണ് അതിന്റെ ആ പോർ സൈസ് അതിന്റെ ആ എന്താണ് ഹോളിന്റെ അതുകൊണ്ടാണ് സൈസ്. അപ്പൊ അതുകൊണ്ടാണ് അത് വാട്ടർ മോളിക്യൂളിനെ മാത്രം പിന്നെ കടത്തിവിടും, അതിന് മേലോട്ട് മൈക്രോൺ സൈസുള്ള ഒന്നിനെയും കടത്തിവിടത്തില്ല. അതുകൊണ്ടാണ് അത് റിവേഴ്സ് ഓസ്മോസിസ് നല്ലതാണ്. പിന്നെ ഒരൊറ്റ കാര്യം സാബു സാറേ, ഞാൻ ചിലപ്പോൾ ഇത് നീണ്ടുപോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. റിവേഴ്സ് ഓസ്മോസിസ് ചെയ്യുമ്പോൾ പറ്റുന്ന ഒരു കുഴപ്പം, ഞാൻ ഇവിടെ ഈ 500 ഈ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് WHO തന്നെ വേണമെന്ന് പറയുന്നുണ്ട് സാർ. ആക്ച്വലി ഇറ്റ് ഇസ് ഫോർ അവർ ബോഡി. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ നദിയിൽ നിന്നെടുക്കുന്ന വെള്ളമാണെങ്കിലും അത് ഈ റിവേഴ്സ് ഓസ്മോസിസിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിനകത്തുള്ള TDS വളരെ കുറഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് സാർ. മിനിമം ഒരു 200 mg/L എങ്കിലും നമ്മുടെ ഈ വെള്ളത്തിൽ വേണം. പല ബോട്ടിലും നമ്മുടെ നാട്ടിലുള്ള ഒരു ധാരണ TDS കുറയും തോറും ആ വെള്ളത്തിന്റെ ഗുണം കൂടുന്നു എന്നാണ്. പക്ഷെ അങ്ങനെ അല്ല സാർ. സാറിപ്പം മിനിമം ഒരു 200 to 300 വരെയെങ്കിലും കിട്ടണം. ഇഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് വി ആർ ലക്കി. ഇതിന്റെ അകത്ത് വേറെ ഒരു കണ്ടന്റും ഇല്ല, ബാക്കി കണ്ടന്റ് എല്ലാം സീറോസ് എന്നാണ് എഴുതി. അതിൽ ഏതെങ്കിലും ഒരു പാരാമീറ്റർ സാറിനൊന്ന് വായിക്കാമോ? പിന്നെ ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ പെർ 100 അപ്രോക്സിമേറ്റ്ലി, എനർജി 0, ടോട്ടൽ കാർബോഹൈഡ്രേറ്റ് 0, ഷുഗർ 0, ടോട്ടൽ ഫാറ്റ് 0, സാച്ചുറേറ്റഡ് ഫാറ്റ് 0, ട്രാൻസ് ഫാറ്റ് 0, പ്രോട്ടീൻ 0. അതൊന്നുമില്ല. അതൊന്നും ഈ പറയുന്ന ട്രീറ്റ് ചെയ്തുകൊണ്ട് കിട്ടുന്നില്ല. അതൊക്കെ ഫുഡായിട്ടൊക്കെ റിലേറ്റ് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും അതല്ല. അതിനകത്ത് സാറേ TDS എഴുതിയിട്ടില്ല. ഞാൻ ടോട്ടൽ ഡിസോൾവ് സോളിഡ്സ് ഇല്ല. ഓക്കെ, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അത് മിനറൽ വാട്ടർ എന്ന് പറഞ്ഞിട്ട് സാറേ മിനറൽ വാട്ടറിന്റെ കണ്ടന്റ് ആണ്. അപ്പൊ അതിനാണ് നമുക്ക് മിനറൽ വാട്ടറിന് വിലയും കൂടുതലായിരിക്കും. അതാണ് ഈ നാച്ചുറൽ നമ്മളെ മറ്റേ മലയിടുക്കുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിന്റെ ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ളത് ഈ പറയുന്ന നാച്ചുറൽ വാട്ടർ. പിന്നെ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ ഈ അരുവികള്, പിന്നെ നമ്മുടെ വെള്ളച്ചാട്ടങ്ങള്, അതൊക്കെ എൻ്റെ ഉത്ഭവസ്ഥാനത്ത് നമ്മുടെ സഹ്യപർവ്വതത്തിൽ നിന്ന് വരുന്നതല്ല സാറേ. അതൊക്കെ എന്തോരു തരം വൃക്ഷങ്ങള്, എന്തോരു തരം ഔഷധ മരങ്ങള്. പിന്നെ സാറേ ഈ പാറകൾ തന്നെ വലിയൊരു ട്രീറ്റ്മെന്റാ, വാട്ടർ ട്രീറ്റ്മെന്റ്. അത് പോളിഷിങ് എന്ന് പറയും. നമ്മൾ സാൻഡ് ഫിൽട്രേഷൻ ആണ് അത് പറയുന്നത്. പാറകളിൽ കൂടെ വെള്ളം ഒഴിയുകയായിരുന്നു.
എന്തിനാ സാർ, നമ്മുടെ മണ്ണ് തന്നെ വലിയ ഒരു ഫിൽട്ടറാണ്. ഫിൽട്രേഷനാണ്. മണൽ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു അതിനകത്തുണ്ടാകുന്ന അത് TDS എന്ന് പറയുന്നത് സാറേ സസ്പെൻഡഡ് സോളിഡ്സ് എന്ന് പറയും, SS എന്ന് പറയും, ടോട്ടൽ സസ്പെൻഡഡ് സോളിഡ്സ്. അത് സോളിഡ്സ് അല്ല, സസ്പെൻഡഡ് മാറ്ററിലുള്ളത്. അതിനെ റിമൂവ് ചെയ്യുന്ന സാധനമാണ് ഈ സാൻഡ്. അപ്പം നമ്മുടെ നേരത്തെ പറയും ഈ കിണറിലെയൊക്കെ വെള്ളം സാറേ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു പണ്ടത്തെ കാര്യം. അന്ന് നമ്മുടെ ചുറ്റിനും നല്ല ഫലപുഷ്ടിയുള്ള മണലായിരുന്നു കൂടുതലും. അതാണിപ്പം ഈ നേരത്തെ പറഞ്ഞ കണ്ടാമിനേഷൻ കാരണം നമ്മുടെ മണ്ണ് പോലും മോശമായിരിക്കുന്നു. അപ്പം അതിനുള്ള എബിലിറ്റി പോലും നഷ്ടപ്പെട്ടു. അതിൽ കൂടാണല്ലോ ഇത് പാസ് ചെയ്യുന്നത്. അപ്പം ഇത് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ മൈക്രോ ലെവലിൽ സംസാരിക്കാം. തീർച്ചയായും. പൊല്യൂഷനെ കുറിച്ച് അതല്ല സംസാരിക്കാം, നമുക്ക് ഇതിന്റെ പരിസ്ഥിതി. നമ്മുടെ ടൈറ്റിൽ ഒന്ന് മാറ്റണം. ടൈറ്റിൽ ഇങ്ങനെയല്ല വേണ്ടത്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ ആകണം. എന്നാലേ ആളുകൾ പെട്ടെന്ന് അത് അട്രാക്റ്റഡ് ആവുള്ളൂ. എന്നുവെച്ചാൽ അതുകൊണ്ടല്ല, ഇത് ഇത്ര അതെ, എസെൻഷ്യൽ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ചില ടൈറ്റിൽ തീർച്ചയായിട്ടും വീഡിയോ ഇടുമ്പോൾ ടൈറ്റിൽ ഒന്ന് മാറ്റി. സാറ് മാറ്റിയിട്ടൊക്കെ. അപ്പോൾ അതാണല്ലോ ഒരു അവയർനെസ് വരുന്നത്, എന്തുകൊണ്ട് അപ്പോഴാണ് ഇങ്ങനത്തെ അവയർനെസ്. കാര്യങ്ങളെല്ലാം. കാരണം എനിക്ക് കറക്റ്റ്. പറ്റുന്നില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ മാത്രമേ അവയർനെസ് ഉള്ളൂ. അതെ. എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും തോന്നിയാൽ മാത്രമേ അവയർനെസ് ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. വളരെ വളരെ സന്തോഷം. താങ്ക് യു സാർ. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സാബു സാറിന്റെ പേരിലും ഈ പ്ലാറ്റ്ഫോമിന്റെ പേരിലൊക്കെ ഉള്ള എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. നാളെ നമുക്ക് പാട്ടിന്റെ ദിവസമാണ്. പാട്ടിന്റെ പ്രത്യേകിച്ച് ഗസൽ സോങ്സ് ആണ് നമ്മൾ നാളെ. ഉമ്പായി എന്നൊക്കെ പറയുന്നത് അതിന്റെ ഓർമ്മ ദിവസമൊക്കെയാണ് ഈ ദിവസങ്ങളിൽ, ഈ മാസം. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പാട്ടുകളായിരിക്കും. വരാൻ പറ്റുന്നവർക്കൊക്കെ വരിക. ഓക്കെ, താങ്ക് യു സാർ. മനോജ് സാർ ഒരിക്കൽ കൂടി താങ്ക് യു. താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് സാർ. യെസ് യെസ് അഡ്മിറ്റ് എന്തോ പറ്റി മരിയ പറയൂ. ഓക്കെ, സോ ഓക്കെ, താങ്ക് യു. ഓക്കെ സാർ.